സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ എല്ലാ മേഖലയിലും സഹായിക്കുന്നല്ലോ. ദൈവം നമ്മളെ അത്ഭുതകരമായ സാക്ഷിയാക്കി മാറ്റുന്നല്ലോ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്ന ദൈവമാണല്ലോ. എല്ലാ മേഖലയിലും ദൈവം നമ്മളെ അനുഗ്രഹമാക്കി മാറ്റുന്നതാണല്ലോ. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരെല്ലാം ഈ നിമിഷം തന്നെ എല്ലാ ദിവസത്തെ പോലെ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ ഇനി അനുവാദമില്ല, എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് ഞാൻ നന്മ കാണും. ഞാൻ വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ നടുവിൽ എൻ്റെ പ്രജയം വരെ എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവ് നമ്മളെ എല്ലാ മേഖലയിലും സാക്ഷ്യമാക്കുന്നല്ലോ. എല്ലാ മേഖലയിലും ദൈവം നമ്മളെ അത്ഭുതമാക്കുന്നല്ലോ. നമുക്ക് നന്ദിയോടെ പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് തുടർച്ചയായിട്ട് വചനം കേട്ടുവരുന്നു. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ ധനം, സാമ്പത്തിക അനുഗ്രഹത്തിനായിട്ടുള്ള സാമ്പത്തിക അനുഗ്രഹം, തന്റെ ധനത്തിനൊത്തോളം സാമ്പത്തിക അനുഗ്രഹം, ദൈവത്തിന്റെ ധനത്തിനൊപ്പം മാനുഷിക സിസ്റ്റത്തിൽ നിന്ന് മാറി ചിന്തിച്ച് ദൈവത്തിന്റെ സിസ്റ്റത്തിലേക്ക് ചിന്തിക്കണം. ആമേൻ. ആമേൻ. അതായിരുന്നു പറഞ്ഞു വന്നത്. മാനുഷിക സിസ്റ്റത്തിന്റെ അകത്തു നിന്ന് വചനം നമ്മൾ സാമ്പത്തിക അനുഗ്രഹമാണെങ്കിൽ പോലും നമ്മുടെ വിഷയം മാനുഷിക സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. നമ്മുടെ ചിന്തകളെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ മാറ്റണം. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമായ വചനത്തിലൂടെ നമ്മൾ ചിന്തിക്കുവാൻ പഠിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രവർത്തികളെ കാണാനും അനുഭവിക്കുവാനും ദൈവം നമ്മളെ ഇടയാക്കുന്നത്. പിന്നെയും നമുക്ക് പ്രാർത്ഥിക്കാം. ഇതെല്ലാം സാധ്യമാക്കിയ ഒരു സ്ഥലമുണ്ട്, കാൽവരി ക്രൂശാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിന്നെയും തുടർച്ചയായിട്ട് കർത്താവിൻ്റെ വചനം കേൾക്കാം. പത്രോസ് ലീഹായുടെ ലേഖനത്തിൻ്റെ അകത്ത് അതിൻ്റെ 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യമാണ് 24-ാമത്തെ വാക്യം. നാം പാപസംബന്ധമായിട്ട് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് യേശുക്രിസ്തു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി കർത്താവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായെങ്കിലേക്ക് നിങ്ങൾ മടങ്ങി വന്നിരിക്കുന്നു. നോക്കി, ഇവിടെ നിങ്ങൾ പാപസംബന്ധമായി മരിച്ചിട്ട് ജീവിക്കേണ്ടതിന് ക്രിസ്തു തൻ്റെ ശരീരം, ഈ വാക്ക് നോക്കിയേ, തൻ്റെ ശരീരം എന്നൊരു വാക്ക് കണ്ടോ? എന്താണ് യേശുക്രിസ്തുവിന്റെ ശരീരം എന്ന് അവിടെ എടുത്തു പറയാൻ കഴിയും? യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നൊരൊറ്റ വാക്കിൽ അത് പറഞ്ഞു തീർക്കേണ്ട വചനം, പാപസംബന്ധമായിട്ട് നമ്മൾ മരിച്ചിട്ട് നമ്മൾ നീതിക്കായി ജീവിക്കേണ്ടതിന്, നീതിമാന്മാരായി ജീവിക്കേണ്ടതിന് ക്രിസ്തു തൻ്റെ ശരീരത്തിൽ, നോക്കിക്കേ, ക്രിസ്തു തൻ്റെ ശരീരത്തിൽ. അപ്പൊ ശരീരത്തിന് എന്തൊരു പ്രത്യേകത ബൈബിളിലുണ്ട്. യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ നമ്മൾ പറയാറുണ്ടല്ലേ, നമ്മൾ പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുന്നു, പഴയതെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു, അല്ലെ? എന്നാൽ ക്രിസ്തുവിലേക്ക് വരുന്നപ്പോൾ തന്നെ ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? കർത്താവിൻ്റെ ശരീരം എന്ന് പറയുന്നത് കാൽവരി ക്രൂശിൽ പാപത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി യാഗമായതാണ് ശരീരം. ഞാൻ യാഗങ്ങളെ പറ്റി ഇന്നാൾ പറഞ്ഞിരുന്നു. കാൽവരി ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ ഗവൺമെന്റ് തീരുമാനിച്ച മരണമല്ല, അത് പകരം പാപത്തിന്റെ ശമ്പളമായ മരണത്തെ യേശുക്രിസ്തു വഹിച്ചതാണ് കാൽവരി ക്രൂശ്. അപ്പൊ ഈ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് അനുഭവിക്കുന്ന സകല വിഷയങ്ങളും കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്തിലൂടെ നമുക്ക് പരിഹാരം വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ആ വാക്യം നോക്കിയേ, മുമ്പേ നിങ്ങൾ തെറ്റി ഉഴലുന്നവരായിരുന്നു, നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഉടയവനായ ക്രിസ്തുവിലേക്ക് നിങ്ങൾ മടങ്ങി വന്നിരിക്കുന്നു.
ഇപ്പൊ നമുക്കൊരു ആത്മാക്കളുടെ ഉടയവനുണ്ട്. ഞാൻ പത്രോസ് ലീഗയുടെ 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാവും. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്കു വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. നോക്കി, അപ്പൊ ക്രൂശിലെ മരണത്തെ പറ്റി പറയുന്നു. നമ്മെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് ശരീരത്തിൽ കഷ്ടം അനുഭവിച്ചത്. അപ്പൊ ആ വാക്ക് കണ്ടോ, ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു എന്ന് പറയുമ്പോൾ പത്രോസ് ലീഹയുടെ പുസ്തകത്തിൽ പറയുന്നു ശരീരത്തിൽ കഷ്ടം അനുഭവിച്ചു. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത് നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ ഇന്ന് പാപത്തെ വഹിച്ചതുകൊണ്ട്, പാപത്തെ ചുമന്നത് കൊണ്ട് അവിടെ എന്താ സംഭവിച്ചെന്നറിയാവോ? കർത്താവിന്റെ ശരീരത്തിലേക്ക് എൻ്റെ പാപത്തെ വഹിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാവോ? തൊട്ട് താഴത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഒരു വ്യക്തിക്ക് രോഗം വരുന്ന സ്ഥലം എവിടെയാ? ഒരു വ്യക്തിക്ക് എവിടെയാ രോഗം വരുന്നത്? ആത്മാവിലാണോ ശരീരത്തിലാണോ? ശരീരത്തിൽ. നമുക്ക് വേദനകൾ വരുന്നത്, നമ്മൾ തളർന്നു പോകുന്നത് ഒക്കെയും അനുഭവിക്കപ്പെടും നമ്മുടെ ശരീരത്തിൽ, അല്ലേ? നമ്മുടെ പാപത്തെ യേശുക്രിസ്തു വഹിക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചെന്നറിയാവോ? ശരീരത്തിൽ പാപത്തിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടും യേശുക്രിസ്തുവിന്റെ മേലേക്ക് വന്നു. അപ്പൊ അതിന് പത്രോസ് ലീഗ പറയുകയാണ്, യേശുക്രിസ്തു ക്രൂശിൽ കയറി എന്ന് പറയുമ്പോൾ തന്നെ തൊട്ട് താഴെ പറയുകയാണ് കർത്താവിന്റെ മുറിവ്, അടിപ്പിണരെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മുറിവിൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ രോഗത്തിനും യേശുക്രിസ്തു മുറിവേറ്റു. യേശുക്രിസ്തു ഇന്ന് ഞാൻ അനുഭവിക്കുന്ന മുഴുവൻ രോഗത്തെയും യേശുക്രിസ്തു ഇന്നലെ ക്രൂശിൽ മുഴുവൻ വഹിച്ചു. അതുകൊണ്ടാണ് ശരീരം എന്ന വാക്ക് എടുത്തു പറയുന്നത്. ശരീരത്തിൽ നമ്മുടെ പാപത്തെ ചുമന്നു. അപ്പൊ പാപത്തിന്റെ അകത്താണ് രോഗം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, രോഗം പാപിയുടെ അവകാശമാണ്, നീതിമാന്റെ അവകാശം സൗഖ്യമാണെന്ന് പറ. ആമേൻ. എപ്പോഴും നിങ്ങൾ ഓർത്തോണം, ഇവിടെ ഒരിക്കലും ആ വാക്ക് ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല. കർത്താവ് യേശുക്രിസ്തു നിങ്ങളുടെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിച്ചു, ഇനി പാപം മാറി നീതി വെളിപ്പെട്ടാൽ മതി. ആ സ്ഥാനത്ത് പകരം ഒരു വാക്കും കൂടെ പത്രോസ് ലീഗ ആഡ് ചെയ്തു, ഹിസ് സ്ട്രൈപ്സ് യു ആർ ഹീൽ. യേശുവിന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യം ആയിരിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്നറിയാവോ? കർത്താവ് നിങ്ങളുടെ പാപത്തെ ചുമന്നുവെങ്കിൽ പാപിയുടെ അവകാശം രോഗമാണെങ്കിൽ നീതിമാന്റെ അവകാശം സൗഖ്യമാണ്. ആമേൻ. നിങ്ങൾ നോക്കിയേ, നിങ്ങൾ പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്, അപ്പൊ ഞാൻ നീതിമാനായി ജീവിക്കുകയല്ല, ഞാൻ നീതിമാനായി ജീവിക്കേണ്ടതിന് യേശുവിന്റെ പാപത്തെ ചുമന്നു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, കർത്താവ് ഈ പാപിയായ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ കുടുംബത്തിൽ നിന്ന് ഒരു രോഗവും മാറത്തില്ല, ഒരു ശാപവും മാറത്തില്ല, ഒരു പ്രതികൂലവും മാറത്തില്ല, ഒരു വിഷയവും നിങ്ങളുടെ ജീവിതത്തിൽ മാറാതെ നിൽക്കും. അതിന്റെ കാരണം എന്നാണെന്നറിയാവോ? നിങ്ങൾ സ്വന്തമായി തന്നെ വിശ്വസിക്കുന്നു, ഞാൻ പാപിയാണ്, പാപിയുടെ അവകാശം രോഗമാണ്, നീതിമാന്റെ അവകാശം സൗഖ്യമാണ്. അപ്പൊ രോഗികളായി ഭാരപ്പെടുന്ന എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിച്ച് ഇത് എനിക്ക് ചുമക്കേണ്ട ആവശ്യമില്ല. ബ്രദറെ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ ഇങ്ങനെ ബ്രദർ ഇപ്പൊ ഈ പറയുന്ന കൂട്ടത്തിൽ ഇതുപോലെ തന്നെ നമ്മൾ പല ചർച്ചകളിലും പോകുന്ന സമയത്ത് ഇതുപോലെ പറയുന്നവരുടെ കൂട്ടത്തിൽ ആമയും കയറി ചാടിക്കയറി പറയുന്നവരുണ്ട്. ഇപ്പൊ രോഗം, നിങ്ങൾക്ക് രോഗം ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ചാടിക്കറി ആമേന്ന് അറിയാതെ കയറി പറയുന്നവരുമുണ്ട്. അതെ, താഴെ നിങ്ങൾ ആമേൻ നിങ്ങൾക്ക് രോഗമുണ്ടെന്ന് പറയുമ്പോൾ ബ്രദർ പറഞ്ഞ പോലെ താഴെ നിങ്ങൾ ആമേൻ ടൈപ്പ് ചെയ്യണ്ട. രോഗം അവകാശം എന്ന് പറയുമ്പോൾ സൗഖ്യമാണ് നിങ്ങളുടെ അവകാശം. അപ്പൊ ആരെങ്കിലും പറയുകയാണ് രോഗത്താൽ രോഗം വരുമെന്നൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾ പിടിക്കരുത്. എപ്പോഴും ഓർത്തോണം, നീതിമാന്റെ അവകാശം രോഗമല്ല. നീതിമാൻ നോക്കിയ പാപസംബന്ധമായി മരിച്ചു, നീതിമാനായി ജീവിക്കേണ്ടതിന് യേശുക്രിസ്തു എൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഇനി നിങ്ങൾ പറയാം, ബ്രദറെ ഞാൻ അത്ര നീതിമാനൊന്നും അല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ബൈബിള് പറയുന്നു നിങ്ങൾ നീതിമാനാ. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ എന്തൊക്കെ പറയാം, നമ്മൾ പറയത്തില്ലേ, ഇപ്പൊ എൻ്റെ മനസ്സിൽ ഞാൻ ബ്രദറെ എൻ്റെ ചിന്തക്കകത്തൊക്കെ പാപം വരുന്നുണ്ടല്ലോ, എൻ്റെ മനസ്സിൽ ഈ പാപ ചിന്തകൾ വരുന്നുണ്ടല്ലോ, ആവശ്യമില്ലാത്ത എന്തൊക്കെയാ ബ്രദറെ ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ മനസ്സിലാണെങ്കിൽ പാപ ചിന്തകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉടനെ നമ്മൾ സ്വയം പറയും, കർത്താവ് ഈ പാപിയായ എന്നോട്. ഞാൻ ഇവിടെ എപ്പോഴും പറയുന്നില്ലേ, ചിന്തയല്ല തീരുമാനിക്കുന്നത്, ബൈബിളാ തീരുമാനിക്കുന്നത്.
ചിന്തയല്ല നമ്മുടെ വിശ്വാസം, ബൈബിളാണ്. ബൈബിൾ പറയുന്നു ഞാൻ നീതിമാനാണ്. ഞാൻ നീതിമാനാണെങ്കിൽ നീതിമാൻ എന്ത് ചെയ്യണം? നീതിമാന്റെ അവകാശത്തെ അന്വേഷിക്കണം. രോഗം വരുമ്പം നമ്മൾ ഉടനെ പറയും, എന്നാ ചെയ്യാനാ, പ്രായമായില്ല, ഇനിയിപ്പം രോഗമൊക്കെ വരും. അല്ല, നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കണം, യേശു ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗോൽഗോത്തായിൽ കർത്താവിന്റെ ശരീരത്തിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഏത് രോഗവുമായിക്കോട്ടെ, കർത്താവ് രോഗത്തെ വഹിച്ചു. കർത്താവ് രോഗത്തെ വഹിച്ചു. എന്നാ തെളിവ്? യേശു ക്രിസ്തു എന്റെ രോഗത്തിന് വേണ്ടി മുറിവേറ്റുവെന്ന് ബൈബിൾ പറയുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, എന്റെ രോഗം സൗഖ്യമാകാൻ വേണ്ടി യേശുക്രിസ്തുവിന്റെ ശരീരം മുറിക്കപ്പെട്ടു, ചാട്ടവാറ് കൊണ്ട് അടിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ ബൈബിൾ പറയുന്നു, ഇന്ന് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ സൗഖ്യം എനിക്ക് ലഭിക്കാൻ വേണ്ടിയല്ല യേശു ക്രൂശിൽ മരിച്ചത്, ഈ സൗഖ്യത്തിന് എന്നെ അവകാശിയാക്കാൻ വേണ്ടിയാ. ഒന്നുകൂടെ ഞാൻ പറയാം, സൗഖ്യം ലഭിക്കാനല്ല, സൗഖ്യം അവകാശമാക്കാൻ. അപ്പം ലഭിക്കുക എന്ന് പറഞ്ഞൊരു കുഴപ്പം എന്നാണെന്നറിയോ? ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചോയ്സ് വരും, കിട്ടിയാൽ മതിയായിരുന്നു. അവകാശം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തന്നെ ആക്കി മാറ്റിയിരിക്കുന്നു അത്. അടുത്ത വാക്യം വായിക്കും, നമുക്കവിടെ മനസ്സിലാവും. പത്രോസ് ലീഹയുടെ ലേഖനം നോക്കിയേ, 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 12 പറയുന്നു, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നമ്മൾ അടുക്കണ്ട കേട്ടോ. പലരും പറയത്തില്ല, ബ്രദറെ ഞാൻ ദൈവസന്നിധിയിലേക്ക് ഇങ്ങനെ അകന്നു പൊക്കോണ്ടിരിക്കുക. പ്രിയരെ, നമ്മൾ അടുത്തതല്ല, ദൈവം നമ്മളെ അടുപ്പിച്ചത്. നോക്കിയേ, വചനം നോക്കിയേ, ദൈവത്തോട് നമ്മെ അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. അപ്പൊ നമ്മൾ ആരായിരുന്നു? നീതി കെട്ടവർ, പാപികളായിരുന്നു. നമ്മുടെ പാപനിമിത്തം യേശു കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കുകയും ചെയ്തു. അപ്പൊ യേശുക്രിസ്തുവിന്റെ ശരീര മരണം എന്നോട് പറയുന്നു, ഇവിടെ നിങ്ങൾ നോക്കിയേ, യേശുക്രിസ്തു ഇവിടെ നോക്കിയേ, ജഡത്തിൽ മരണശിക്ഷ അനുഭവിച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ രോഗത്തിനുള്ള ശിക്ഷ യേശു അനുഭവിച്ചു. എന്റെ കൂടെ പറഞ്ഞാട്ടെ, എന്റെ രോഗത്തിന്റെ ശിക്ഷ യേശു അനുഭവിച്ചു എന്ന് പറ. എന്റെ രോഗത്തിന്റെ അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം, എന്റെ യേശു എന്റെ രോഗത്തിന് വേണ്ടി. ഇപ്പൊ ഞാൻ പറയാം, ഒരാൾ കുറ്റം ചെയ്തു, ആ കുറ്റം ചെയ്തൊരു വ്യക്തി 10 വർഷം ശിക്ഷ അനുഭവിച്ചു. 10 വർഷം ശിക്ഷ അനുഭവിച്ചിട്ട് അയാളോട് നിങ്ങൾ പറയും, ഒരു കാര്യം ചെയ്യും, ഞാൻ നിനക്ക് വേണ്ടി ശിക്ഷ അനുഭവിക്കാന്ന് പറഞ്ഞാൽ ആ വാക്ക് ശരിയോ തെറ്റോ? ഒന്ന് പറ. 10 വർഷമായിട്ട് ശിക്ഷ അനുഭവിച്ച ഒരാളോട് നിങ്ങൾ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശിക്ഷ അനുഭവിക്കാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ മറുപടി? ഞാനത് അനുഭവിച്ചു, ഞാനത് അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവിടെ ചോയ്സ് ഇല്ല, ഇനി അവിടെ ഓപ്ഷൻ ഇല്ല. ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു, ഇനി ഓപ്ഷൻ ഇല്ല, അത് ഓൾറെഡി ഡൺ. ഇനി അത് അനുഭവിക്കാൻ പറ്റത്തില്ല, ഓൾറെഡി അനുഭവിച്ചു പോയി. അങ്ങനെയെങ്കിൽ ഇപ്പോൾ എന്നെ കേൾക്കുന്ന ആൾക്കാർ പറ, യേശു ശിക്ഷ അനുഭവിച്ചുവെങ്കിൽ ഞാൻ രക്ഷ അനുഭവിച്ചു. യേശു രോഗം അനുഭവിച്ചുവെങ്കിൽ ഞാൻ സൗഖ്യം അനുഭവിച്ചു. ഇനിയൊരു ഓപ്ഷൻ ഇല്ല പ്രിയരെ. ഇനി നിങ്ങൾക്ക് രോഗിയായി ഇരിക്കുവാൻ കഴിയത്തില്ല, ഇനി രോഗവുമായിട്ട് ജീവിക്കാൻ കഴിയത്തില്ല. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇത് പ്രസംഗമെല്ലാം കേട്ട് നിങ്ങൾ ആമേൻ പറഞ്ഞാൽ പോരാ, തിരിച്ചറിയണേ, ഞാൻ ഇത് അനുഭവിക്കാൻ ഇനി ഓപ്ഷൻ ഇല്ല. ഞാൻ ഇനി രോഗത്താൽ ഭാരപ്പെടാൻ ഇനി ഓപ്ഷൻ ഇല്ല. രോഗശക്തിക്ക് കീഴ്പ്പെടാൻ എനിക്ക് മനസ്സില്ല. കാര്യം ബൈബിൾ നോക്കിയ, ജഡത്തിൽ യേശു ശിക്ഷ ഏറ്റു. എന്തിനു വേണ്ടി? ബൈബിൾ പറയുന്നു, എന്റെ പാപത്തിന്റെ കൂടെ എന്റെ രോഗം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറയത്തില്ലേ, യേശുക്രിസ്തു അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, യേശുക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുവെന്നും ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? യേശുക്രിസ്തു വെറുതെ മരിക്കുവല്ല, എനിക്ക് എന്തൊക്കെയാണോ എൻ്റെ ശരീരത്തിൽ കഷ്ടങ്ങൾ അനുഭവിക്കുന്നത്, എനിക്ക് എന്തൊക്കെയാണോ ദുരിതങ്ങൾ ഉണ്ടാകുന്നത്, ഇനി എന്തൊക്കെ രോഗങ്ങളാണോ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, അതിനെ മുഴുവനും യേശു അതിനു വേണ്ടി ശിക്ഷ അനുഭവിച്ചു. ഇനി നിങ്ങളാ തീരുമാനിക്കേണ്ടത്, ഞാൻ രോഗം വഹിക്കണം. ബ്രദറെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, ഈ രോഗം ഒന്ന് മാറാൻ വേണ്ടി, പക്ഷേ എനിക്കൊരു മാറ്റം കാണുന്നില്ല. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പ്രാർത്ഥിക്കുക അല്ല ചെയ്യേണ്ടത്. എന്താണ് ഈ പ്രാർത്ഥന? പലർക്കും പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലായിട്ടില്ല. നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമുക്കറിയാം. നമ്മുടെ പ്രാർത്ഥന പൊതുവെ നമ്മൾ പറയുന്നത് നമ്മുടെ വിഷയങ്ങൾ ദൈവത്തോട് അറിയിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? കർത്താവേ, ഞാൻ വലിയ പ്രശ്നത്തിലാണ്, എന്നെ സഹായിക്കണം, അല്ലെ ഞാൻ ചത്തുപോകും, എൻ്റെ കർത്താവേ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, നിൽക്കക്കള്ളിയില്ല. ഇതാണ് പലരുടെയും പ്രാർത്ഥന.
പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്നാൾ പറഞ്ഞിരുന്നു, പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് നിങ്ങളെ ബന്ധപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന, നെറ്റ്വർക്കാണ് പ്രാർത്ഥന. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ തിരിച്ചറിയണം, ഇവിടെ നിങ്ങൾ കൺവിൻസ്ഡ് ആകണം, ഞാൻ രോഗം അനുഭവിക്കേണ്ടവനല്ല. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെയാണ് പൗലോസ്ലീഹ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ എതിർത്തു നിൽപ്പിൻ. എതിർത്തു നിൽക്കും, റെസിസ്റ്റ് ചെയ്യുക എന്നതിന്റെ അർത്ഥം. എന്താ റെസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യരുത്. ആ രോഗം ശരീരത്തിന്റെ അകത്ത് നിൽക്കുമ്പോഴും പറയണം, യേശു ക്രിസ്തു ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന രോഗവും വേദനയും ഞാൻ അനുഭവിക്കാതിരിക്കേണ്ടതിന് യേശു ക്രൂശിൽ മരിച്ചു. എനിക്കിത് അനുഭവിക്കേണ്ട കാര്യമില്ല. ബൈബിൾ സത്യമായതുകൊണ്ട്, ബൈബിൾ വചനം സത്യമായതുകൊണ്ട് ഈ രോഗത്തിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ എനിക്ക് അത്ഭുതത്തെ ഞാൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. ബൈബിളിന്റെ അടിസ്ഥാനം വിശ്വാസമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നേ വരെ നമ്മൾ ആരും യേശു ക്രിസ്തുവിനെ കണ്ടിട്ടില്ല ജീവനോടെ. നമ്മൾ ആരും കർത്താവിന്റെ ശിഷ്യന്മാരെ കണ്ടിട്ടില്ല. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു മരിച്ചതോ ജനിച്ചതോ ഉയർത്തതോ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ കാണാത്ത കാര്യത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത്? ഒന്ന് പറഞ്ഞേ. അതെ, അതായത് ഇപ്പൊ നിങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പം ഈ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളിപ്പം ഇതിനെ മനസ്സിലായി. എന്നാണ് ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഈ ബൈബിൾ എടുത്തുകൊണ്ട് പോയിട്ട് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത നിരീശ്വരവാദിയോ മറ്റേത് മതസ്ഥനോ ആയിക്കോട്ടെ, ഇപ്പം ഇനി വിശ്വാസത്തെ എതിർക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, അയാളോട് ഈ പുസ്തകം വായിക്കാൻ പറഞ്ഞാൽ അയാൾ ഇത് മുഴുവൻ വായിച്ചിട്ട് പറയും, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു വ്യക്തി കാൽവരി ക്രൂശിൽ എല്ലാവരുടെയും പാപത്തിന് വേണ്ടി മരിച്ചുവെന്നും ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരു വ്യക്തിയിൽ, അതായത് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് മുറിവേറ്റ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും ഇന്നേക്ക് 2000 വർഷത്തിന് ശേഷം ഒരു വ്യക്തിയുടെ രോഗം, ക്യാൻസറോ ട്യൂമറോ എന്നാ രോഗമായിക്കോട്ടെ, ഇപ്പോൾ ഇതെങ്ങനെ മാറുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അല്ലേ? അവർ പറയും, ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ പോസിബിളാ? നിങ്ങൾ ചുമ്മാ ചിന്തിച്ച്. ഇന്ന് മരുന്ന് കഴിച്ചിട്ട് പോലും പലരുടെ രോഗം മാറുന്നില്ല. പല ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് പോലും പലരുടെ രോഗം മാറുന്നില്ല. പിന്നെ എങ്ങനെയാണ് യേശു നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് പറയുമ്പോൾ ആമേൻ പറയുവാനും അത് വിശ്വസിക്കുവാനും കഴിയുന്നത്? അതിന്റെ കാരണം നിങ്ങളെ വിശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവുള്ളത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് എന്നെ വിശ്വസിപ്പിക്കുന്നു. ദൈവം എനിക്കൊരു വിശ്വാസം തരുന്നു. ഈ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് പ്രിയരെ. അതുകൊണ്ടാണ് പലരും കളിയാക്കിയിട്ടും പലരും പരിഹസിച്ചിട്ടും പലരും നിങ്ങളോട് എന്താ ഒന്നും ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. പക്ഷെ പതറിപ്പോകാത്തതിന്റെ കാര്യം എന്താണെന്നറിയോ? ഒന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾ ചുമ്മാ ചിന്തിച്ച്, എൻ്റെ ബ്രദറെ, എനിക്ക് എൻ്റെ കുടുംബത്തിൽ പോലും ചിലർ പറയുന്നുണ്ട്, ബ്രദറെ എൻ്റെ ഭർത്താവ് വരെ എനിക്കെതിരാ, എൻ്റെ മക്കൾ വരെ ചോദിക്കുക, എന്തിനാ മമ്മി പ്രാർത്ഥിക്കുന്നത്, എന്തിനാ പപ്പ പ്രാർത്ഥിക്കുന്നത്? ഭാര്യ ചോദിക്കുന്നു, എന്തിനാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഇനി ഭർത്താവ് ചോദിക്കും, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഇത്രയും എതിർപ്പുകൾ കുടുംബത്തിന്റെ അകത്തുനിന്ന് പോലും ഉണ്ടായിട്ടും, നാട്ടിലും വീട്ടിലും കുടുംബത്തിലും ജോലി സ്ഥലത്തും ഉണ്ടായിട്ടും നിങ്ങൾ എങ്ങനെയായി പിടിച്ചു നിൽക്കുന്നത്? നിൽക്കുന്നതല്ല, നിർത്തുന്നതാണ്. ഈ നിർത്തുന്നതിന്റെ പേരാണ് ആത്മാവ് തരുന്ന വിശ്വാസം. ഈ വിശ്വാസം നിങ്ങളുടെ അകത്തുള്ളത് കൊണ്ടാണ് വചനം കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, വചനത്തോട് പ്രതികരിക്കണം. ഈ വചനം അകത്തില്ലാത്തത് കൊണ്ടാണ് പല ആളുകളും എന്ത് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഈ നമ്മുടെ ഈ യൂട്യൂബിന്റെ ദുരുപദേശം, യൂട്യൂബിൽ വരുന്ന ലോകത്തുള്ള ഞാൻ എല്ലാം വിഴുങ്ങരുത് എപ്പോഴും ഞാൻ പറയാറുണ്ട്. അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരിയായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായി. നന്നായിട്ട് ആക്റ്റീവായിരുന്ന സഹോദരി അതും ഇതും എല്ലാം കേട്ട് ഇപ്പം വിശ്വാസത്തിന്റെ അകത്തൊന്നും അല്ല നിൽക്കുന്നത്, വേറെ ഏതോ പിശാചിന്റെ ലോകത്ത് കയറി നിൽക്കുക. ഇവിടെ പലപ്പോഴും ആൾക്കാരകത്ത് സംഭവിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വചനം, പരിശുദ്ധാത്മാവ് തന്ന വിശ്വാസത്തെ വചനവുമായിട്ട് കണക്ട് ആകത്തുള്ളൂ. എപ്പോഴും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ എങ്ങനെയായി പിടിച്ചു നിൽക്കുന്നത്? ഒന്ന് ശ്രദ്ധിച്ചേ ഞാൻ പറയുന്നത്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? ഏതോ ഒരു ബ്രദർ എല്ലാ ദിവസവും സൂമിലിരുന്ന് ഏതെന്നൊക്കെ പറയുന്നുണ്ട്, ഇത്രയും വലിയ പ്രതികൂലത്തിന്റെ അകത്താണ് ഞാൻ നിൽക്കുന്നത്, എന്നോട് ബലപ്പെടുത്താനോ സഹായിക്കാനോ ഒരു മനുഷ്യൻ പോലും ഇല്ല, പിന്നെ എങ്ങനെയാ എനിക്ക് ഇതിന്റെ അകത്ത് നിൽക്കാൻ പറ്റുന്നത്? അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എങ്ങനെയാ ഇതിന്റെ അകത്ത് നിൽക്കാൻ പറ്റുന്നതെന്ന്? ഉണ്ടോ? ഇല്ല ബ്രദറെ. ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും എങ്ങനെയാണ് ഇതിനകത്ത് നിൽക്കുന്നതെന്ന്?
നിങ്ങളോട് ഞാൻ എപ്പോഴും പറഞ്ഞു, ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് തിയോളജിയിലോട്ട് പെട്ടെന്ന് ചാടിപ്പോകാതെ ഒറ്റ ചോദ്യമാണ്. ഞാൻ പലപ്പോഴും ദൈവം എങ്ങനെയാ നിൽക്കുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ പോലും ഹെൽപ്പ് ചെയ്യാനില്ല, ഒരു മനുഷ്യൻ പോലും കൈത്താങ്ങാനില്ല, ഒരു മനുഷ്യൻ പോലും ബലപ്പെടുത്താനില്ല, എല്ലാ എതിര്. പിന്നെ എങ്ങനെ നിൽക്കുന്നത്? നിൽക്കുവല്ല, നിർത്തുന്നത് ഒരാളുണ്ട്. ആളുടെ പേരാണ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ ആത്മാവ്. ഈ പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് കൊണ്ടാണ് ഇന്ന് ഒറ്റയ്ക്കാണെങ്കിലും പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ എന്നെ കുഴപ്പമെന്നറിയാവോ? ഈ നിന്ന പലർക്കും വചനത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നിർത്തുന്ന ആത്മാവിൽ നമ്മൾ പലപ്പോഴും വീണുപോകും. വീണുപോകാന്ന് പറഞ്ഞാൽ വചനത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് എന്നെ നിർത്തുന്നത്. ഇപ്പൊ ഒരു പ്രവചനം കേൾക്കുന്ന പലരും ഉണ്ടല്ലേ, നിങ്ങൾ പലരും പ്രവചനം കേൾക്കാറുണ്ടല്ലേ? ദൈവം പറയുന്ന പല ആലോചന കേട്ടിട്ട് പല ആൾക്കാരും എന്നെ ഒരു സഹോദരി എപ്പോഴും വിളിക്കും. ഞാൻ ഒന്നാളെ സഹോദരി ദൈവാത്മാവിനോട് പറഞ്ഞൊരു കാര്യം പറഞ്ഞു, ദൈവം ഇടപെട്ടൊരു കാര്യം ഞാൻ പറഞ്ഞു, സഹോദരി കർത്താവ് എന്നോട് ഇങ്ങനെ കാണിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പോവാ. എൻ്റെ ദൈവമേ, പിന്നെ വിളിക്കുമ്പോഴല്ല, ഞാൻ അതുകൊണ്ടാണ് പല ആൾക്കാരോടും എന്താ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചോണം, പിന്നെ എപ്പോൾ വിളിച്ചാലും ഒന്നുകൂടെ പ്രാർത്ഥിച്ചതുകൊണ്ട് എന്താ വ്യത്യാസം വരുന്നത്? അല്ല, നടക്കാതിരിക്കുമ്പോൾ ഒരു ടെൻഷൻ ബ്രദറെ, അതിന് ഒന്നുകൂടെ പ്രാർത്ഥിച്ചിട്ട് ആലോചന പറയുമല്ല വേണ്ടത്. അതിനിൽ നമുക്ക് ഉറയ്ക്കണമെങ്കിൽ എന്താ ഉറയ്ക്കേണ്ടത്? സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് വചനത്തിലേക്ക് ഉടനെ ആശ്രയിച്ചോണം. ഒരു പ്രവചനം കേട്ടാൽ ആ പ്രവചനത്തിലല്ല നിങ്ങൾ ഉറക്കേണ്ടത്, പകരം വചനത്തിലാണ് ഉറക്കേണ്ടത്. പലർക്കും സംഭവിക്കുന്നതാ. ഇവിടെ നിങ്ങൾ നോക്കിയേ, യേശുക്രിസ്തു എനിക്ക് വേണ്ടി ശരീരത്തിൽ എന്ത് ചെയ്തു? കഷ്ടം അനുഭവിച്ചു, പാപത്തെ ചുമന്നു, എൻ്റെ രോഗത്തെ വഹിച്ചു. ഇത് കേൾക്കുമ്പം നിങ്ങളുടെ അകത്ത്, നിങ്ങളുടെ രോഗത്തിലിരിക്കുമ്പോൾ ചില വ്യക്തികൾക്ക് നമുക്ക് അറിയാൻ പറ്റില്ല, നമുക്ക് കൺഫ്യൂഷനാണ്, നമ്മൾ തളർന്നിരിക്കുവാണ്, നമ്മൾ മരണത്തിൻ്റെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും, നിങ്ങൾ പേടിച്ച് അരണ്ടിരിക്കുമായിരിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ വചനം കേൾപ്പിക്കുന്നത് ബ്രദർ അല്ല, പരിശുദ്ധാത്മാവ. അങ്ങനെയെങ്കിൽ വീണ്ടും വീണ്ടും ഇത് കേട്ടുകൊണ്ടിരുന്നാൽ, ശ്രദ്ധിച്ച് ഞാൻ പറയാം, വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരുന്നാൽ ദൈവാത്മാവിന്റെ ഇടപെടലുണ്ടാവും. ഒന്നുകൂടെ ഞാൻ പറയാം, വചനം വീണ്ടും വീണ്ടും കേട്ടാൽ വീണ്ടും വീണ്ടും നിങ്ങളുടെ അകത്ത് ഉറപ്പ് നിറയും. വീണ്ടും വീണ്ടും വചനം കേട്ടാൽ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിന്റെ ഉറപ്പ് പറയും. ഇപ്പൊ ഞാൻ പറയാം, ഈ ലോകത്തിന്റെ ഒരു പ്രത്യേകതയും ദൈവത്തിന്റെ പ്രത്യേകതയും ഞാൻ പറഞ്ഞു തരാം. ഈ കർത്താവിന്റെ സുവിശേഷം കേൾക്കുന്ന സമയത്ത്, ഒരു മിനിറ്റ്, ഈ ദൈവത്തിന്റെ വചനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. യേശുക്രിസ്തു വന്ന് പഠിപ്പിക്കുന്ന സമയത്ത് കർത്താവിന്റെ ശിഷ്യന്മാർക്കിടയിലൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായി. കാരണം വെച്ചാൽ അവര് യഹൂദ മതത്തിൽ നിന്ന് പഠിച്ചു വളർന്നതും കണ്ടും കേട്ടും വളർന്നതിന്റെ ഒക്കെ വിപരീതമാണ് യേശുക്രിസ്തുവിന്റെ പഠിപ്പീര്. അതായത് കർത്താവ് അവർ അന്ന് വരെ പഠിച്ചേക്കുന്നത് വള്ളത്തെ കയറി വെള്ളത്തിലൂടെ പോയി മീൻ പിടിച്ച് മടങ്ങി വരണം. ഇവിടെ യേശുക്രിസ്തു വെള്ളത്തിന്റെ മീതെ നടന്നു വരിക, ബോട്ടുമില്ല, ഒന്നുമില്ല. മരണവീട്ടിൽ പോയി റീത്ത് വെച്ചിട്ടുള്ള ശിഷ്യന്മാർ എന്ത് ചെയ്യുന്നു? യേശു ചെന്ന ഉടനെ മരിച്ച വ്യക്തിയെ തട്ടി എണീപ്പിച്ചു കൊണ്ടുവരിക. അപ്പൊ ഇതൊക്കെ ബുദ്ധിക്കപ്പുറമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഇവർക്ക് തലകുത്തി മറിഞ്ഞിട്ടും ശിഷ്യന്മാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. യേശു പലവട്ടം വിളിച്ചു, അല്പവിശ്വാസി, 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 നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? ഒടുവിൽ കർത്താവ് പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം പത്രോസെ, യോഹന്നാനെ, ഫിലിപ്പോസെ, ഈ നഗരത്തിൽ നിന്ന് വിട്ടുപോകരുത്. ലൂക്കോസ് ലീഗയുടെ സുവിശേഷം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈ ശക്തി ഇല്ലാതെ പോയാൽ കുറെ കഴിയുമ്പോൾ നീ കൺഫ്യൂഷൻ അടിച്ചു പോകും, തകർന്നു പോകും, തിരിച്ച് ഓടി മടങ്ങി വരും. ഈ ശക്തി അകത്തോട്ട് വന്നാൽ പിന്നെ ഉറപ്പ് അകത്തോട്ട് വരും. വചനം കേൾക്കുമ്പോഴും പറയുമ്പോഴും ധൈര്യം അങ്ങോട്ട് വരും, ഒരു ബലം അങ്ങോട്ട് വ്യാപരിക്കും. പിന്നെ ആ വചനപ്രകാരം നടക്കുന്നത് വരെ മനസ്സും ശരീരവും എന്ത് ചെയ്യും? ബലപ്പെടും. ഇവിടെ നിങ്ങൾ നോക്കിയേ, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവരായ നമുക്ക് വേണ്ടി നമ്മുടെ പാപനിമിത്തം കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏറ്റു. അപ്പൊ യേശു ക്രിസ്തു ക്രൂശിൽ മരണശിക്ഷ ഏറ്റത് എന്നെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടി. ഇപ്പൊ ഞാൻ ദൈവത്തിന്റെ അടുത്താ നിൽക്കുന്നത്, അകന്നല്ല. പിശാചിന് എന്നെ തൊടാൻ കഴിയത്തില്ല. അപ്പോഴാരാണ് എന്ന് പറഞ്ഞത്? ആഭിചാരക്കാരൻ ചെയ്ത് പിശാചും നിങ്ങളുടെ ഭൂതം നിങ്ങളെ കെട്ടിയിട്ടിരിക്കുക. പറയണം, ഞാൻ ദൈവത്തോട് അടുത്ത് നിൽക്കുക. എന്നാ തെളിവ്? യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. എന്നെ ക്രൂശിൽ മരിച്ച ഗുണം, യേശു മരിച്ചപ്പോൾ ബൈബിൾ പറയുന്നു എന്നെ ദൈവത്തോട് അടുക്കാൻ വേണ്ടിയാ ക്രൂശിൽ ശിക്ഷ അനുഭവിച്ചത്. ആ രോഗത്തോട് പറയണം, യേശു എന്നെ സൗഖ്യത്തിന് അവകാശിയാക്കി മാറ്റി.
സൗഖ്യത്തിന് എന്നെ സൗഖ്യമാക്കാനുള്ള അവസരം ലഭിക്കുമല്ല, സൗഖ്യം എൻ്റെ മേൽ അവകാശമാക്കി തീരെഴുതി വെച്ചു. എങ്ങനെ? എൻ്റെ ശരീരത്തിൽ കടന്ന രോഗത്തെ യേശു അനുഭവിച്ചു. അതായത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, ക്രൂശിൽ യേശു അനുഭവിച്ചു. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന രോഗമുണ്ടല്ലോ, അത് ക്യാൻസറോ എന്തു ആയിക്കോട്ടെ, യേശു അനുഭവിച്ചു. എൻ്റെ കൂടെ പറഞ്ഞ്, എൻ്റെ രോഗത്തെ മുഴുവനും യേശു അനുഭവിച്ചു എന്ന് പറഞ്ഞു. എന്റെ രോഗത്തെ എനിക്കിനി അവസരമില്ല. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എൻ്റെ കൂടെ പറഞ്ഞ്, എനിക്കിനി അവസരമില്ല എന്ന് പറ. എനിക്കിനി അവസരമില്ല. ഇങ്ങനെ വേണം വചനത്തെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ. അല്ലാതെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദർ, യേശു എന്നെ സൗഖ്യമാക്കിയാൽ മതിയായിരുന്നുള്ളതല്ല. എനിക്കിനി പറ്റത്തില്ല, എനിക്കിനി അവസരമില്ല ഇത് അനുഭവിക്കുവാൻ. ആ വേദന എടുക്കുമ്പോഴും പറയണം, യേശുവേ അങ്ങ് എൻ്റെ വേദന അനുഭവിച്ചതാ, ഞാൻ അനുഭവിക്കത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, രോഗവും വേദനയും ഞാൻ അനുഭവിക്കത്തില്ല, യേശു അനുഭവിച്ചതുകൊണ്ടെന്ന് പറ. ആമേൻ. ഞാൻ ഇന്നാൾ നമ്മളൊരു സാക്ഷ്യം കേട്ട സഹോദരൻ ഇന്ന് പ്രാർത്ഥന ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. അദ്ദേഹം പറഞ്ഞൊരു 8-10 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ കാലിൽ ഒരു ആണി അസുഖം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞായിരുന്നു, അദ്ദേഹം ഒരു വർക്ക്ഷോപ്പിൽ ജോലിക്കാരനായിരുന്നു. അദ്ദേഹം ഒത്തിരി സ്ട്രഗിൾ ചെയ്യുമായിരുന്നു വേദനയാൽ. ഒരു ദിവസം നമ്മുടെ രോഗസൗഖ്യത്തിന്റെ വചനധ്യാനം എടുത്ത സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വിശ്വസിച്ച്, ഇന്ന് അദ്ദേഹം പ്രാർത്ഥനയിൽ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഉണ്ടെങ്കിലൊന്ന് പറയാം. ഞാൻ പേരൊക്കെ ഞാൻ മറന്നുപോയായിരുന്നു. ആ സാക്ഷ്യം പക്ഷേ യൂട്യൂബിൽ കിടപ്പുണ്ട്. എത്ര പേർ അന്ന് കേട്ടായിരുന്നു ആ സാക്ഷ്യം? ആ പറഞ്ഞ ആൾ ഇന്നുണ്ടോ? ഞാൻ കേട്ടായിരുന്നു. ഓക്കെ, കേട്ടയാൾ എവിടെ പോയത് എനിക്ക് അറിയത്തില്ല. പല ആൾക്കാരും സൗഖ്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിസരത്ത് കാണത്തില്ല. ദൈവഹിതം ഉള്ളവർ നിൽക്കട്ടെ, അത്രയേ ഉള്ളൂ. ആമേൻ. ഇവിടെ നോക്കിയേ, അപ്പൊ അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം എന്തായാലും യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പൊ എന്നെ അതിശയിപ്പിച്ച് ഇതാണ്, സാധാരണഗതി നമുക്കറിയാം ആണിരോഗം വന്നു കഴിഞ്ഞാൽ അതിന് ട്രീറ്റ്മെന്റ് ഇല്ല എന്നും ജീവിതകാലം മുഴുവനും ആ രോഗാവസ്ഥയിൽ ജീവിക്കണമെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പക്ഷെ ആ മനുഷ്യൻ, അദ്ദേഹം അത് വിശ്വസിച്ചു, അദ്ദേഹം അത് ഏറ്റെടുത്തു. 10 വർഷമോ 8 വർഷമായിട്ട് അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന ഇതായിരുന്നു. കൈ അവിടെ വെച്ചു എന്നിട്ട് എല്ലാ ദിവസവും പറയാൻ തുടങ്ങി, യേശുവിന്റെ രോഗം, അതായത് ആണി രോഗം ക്രൂശിൽ വഹിച്ച തെളിവുണ്ടോ? യേശു ആണിരോഗം വഹിച്ചു എന്നുള്ളൊരു തെളിവുണ്ട്. എന്നാ തെളിവ്? സാക്ഷാൽ അവൻ നമ്മുടെ രോഗത്തെ വഹിച്ചു. ഈ രോഗത്തിന്റെ എല്ലാം പേരെഴുതാൻ പോയി കഴിഞ്ഞാൽ ബൈബിള് തന്നെ പോരാ, എന്തോരം രോഗമുണ്ടല്ലേ. ഈ വരാൻ പോകുന്ന എന്തെല്ലാം രോഗങ്ങൾ, കണ്ടുപിടിക്കാനുള്ള രോഗങ്ങളുണ്ട്. അതുകൊണ്ട് രോഗത്തിന്റെ ഒന്നും പേരെഴുതിയില്ല, സ്വന്തമായിട്ട് പറയണം നിങ്ങൾ. ആ സഹോദരൻ സ്വന്തമായിട്ട് പറഞ്ഞു, എൻ്റെ ഈ രോഗത്തെ യേശു ക്രൂശിൽ അനുഭവിച്ചതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ അറിവ് പറയുക എന്ന് പറഞ്ഞാൽ അറിവിൽ നിൽക്കുക. ഇതൊരറിവാണ്, വചനം ഒരറിവാണ്. എൻ്റെ മുമ്പിലേക്ക് ദൈവം ഒരറിവ് തരികയാണ്. ഈ അറിവിൽ അദ്ദേഹം എന്ത് ചെയ്തു? പറയാൻ തുടങ്ങി. അറിവ് പറയാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, ആ കാലിലുള്ള ആണി അപ്രതീക്ഷിതമായി പല വർഷം 10 വർഷമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറിയില്ല. വേദനയാൽ ഭാരപ്പെടുമായിരുന്നു. വർക്ക്ഷോപ്പിലെ ജോലിക്കാരനായിരുന്നു. അത് പൂർണ്ണമായും സൗഖ്യമായെന്ന് പറയാനിടയായിരുന്നു. നമ്മളെല്ലാ സാക്ഷ്യം കേട്ടതാണ്. ആമേൻ. അപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? യേശുവിന്റെ ശരീരത്തെ നിങ്ങൾ കാണുമ്പോൾ അവിടെ ശ്രദ്ധിച്ചു നോക്കണം, നിങ്ങളുടെ രോഗം അവിടെയുണ്ട്. യേശു പറഞ്ഞില്ലേ, എൻ്റെ പിതാവേ പ്രാണവേദനയാൽ യേശു അവിടെ അനുഭവിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന അതേ രോഗാവസ്ഥയിലാണ് യേശു കടന്നു പോകുന്നത്. യെശയ്യാവിൽ പറയുന്ന വാക്യമില്ല, അവൻ രോഗം ശീലിച്ചവനായി. യേശുവിന് അവിടെ രോഗമില്ലായിരുന്നു. നിങ്ങൾ നോക്കിയേ, യേശു ക്രിസ്തുവിനെ പിടിക്കുന്ന സമയത്ത് യേശുവിന് രോഗമുണ്ടോ? ഇല്ല. കർത്താവ് അവിടെ എന്ത് നന്നായിട്ടാണ് നടന്നത് അല്ലേ. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ കൂടെ എന്ത് സന്തോഷത്തോടെ നടന്നത്. അവരുടെ കൂടെ യാത്ര ചെയ്യുന്നു, ആഹാരം കഴിക്കുന്നു. അവിടെ ഒരു സ്ഥലത്ത് പോലും യേശു രോഗം ശീലിച്ചവനായി ഇരുന്നു എന്ന് എങ്ങും കാണുന്നില്ല. അവിടെ എല്ലാം യേശുക്രിസ്തുവിനെ കാണുന്നവരൊക്കെ അതിശയിക്കുകയാണ്. പത്രോസ്ലീഹ പോലും അതിശയിക്കുന്നുണ്ട്. ഒരലക്കുകാരനും വെളുപ്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വെണ്മയുള്ള വസ്ത്രം ധരിച്ച് നല്ല മിടുക്കനായ യേശുവിനെ അവിടെ കാണാൻ കഴിയും മറുരൂപാമലയിൽ. പക്ഷെ പിന്നെ എങ്ങനെയാ യെശയ്യാവ് പറയുന്നത്? യേശു രോഗം ശീലിച്ചവനായി. യെശയ്യാവ് കണ്ടത് എവിടെയാണെന്നറിയാവോ? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച യേശുവിനെ അല്ല ആ സമയത്ത് കണ്ടത്. കുരുടന് കാഴ്ച കൊടുത്ത യേശുവിനെ അല്ല കണ്ടത്. കാൽവരി ക്രൂശിൽ വേദനയാലും രോഗത്താലും വീണും നമ്മുടെ രോഗത്താലും അടിപ്പിണരുകളാലും ഒക്കെ തകർന്നിരിക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ട് യെശയ്യാവ് എഴുതി വെച്ചു, അവൻ നിങ്ങളുടെ രോഗങ്ങളെ ശീലിച്ചു. അപ്പൊ പറയണം, എൻ്റെ സൗഖ്യം എനിക്ക് ഓപ്ഷൻ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ബ്രദർ എൻ്റെ ശരീരത്തിൽ ഈ രോഗം നിൽക്കുന്നത്? വിട്ടുകൊടുക്കരുത് സൗഖ്യത്തെ. പറയണം, എനിക്കിതിൻ്റെ ആവശ്യമില്ല, എൻ്റെ യേശു ഇത് അനുഭവിച്ചതാണ്.
യേശു അനുഭവിച്ചതാണ്. യേശു അനുഭവിച്ചത് കൊണ്ട് സൗഖ്യത്തിന് എന്നെ അവകാശിയാക്കിയിരിക്കുന്നു. യേശു എന്നെ സൗഖ്യത്തിന് അവകാശിയാക്കിയിരിക്കുന്നു. യേശു എന്നെ അത്ഭുതത്തിന് അവകാശിയാക്കിയിരിക്കുന്നു. എന്തിനാ ഇത് അവകാശി എന്ന് പറയാൻ കാര്യം? നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. തൻ്റെ ശരീരത്തിൽ മരണശിക്ഷ ഏറ്റു. ഹല്ലേലൂയ. അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് കർത്താവിൻ്റെ വചനം നിങ്ങളിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഇവിടെ എന്നാ സംഭവിക്കുന്നറിയാവോ? ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയാത്ത രീതിയിൽ എന്ത് ചെയ്യും? ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ആമേൻ. അപ്പൊ കർത്താവിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളത്തിൽ യൂട്യൂബിലൊക്കെ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് സൂമിൻ്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് വഴിയോ അതിൻ്റെ പാസ്വേഡ് വഴിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥനയിലേക്കൊക്കെ പ്രവേശിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. അപ്പൊ ഈ സമയങ്ങളിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ വേണ്ടി പോകുന്നു. എൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ചിട്ട് പറയാം, എത്ര കാലപ്പഴക്കം ചെന്ന രോഗമാണെങ്കിലും, എത്ര പാരമ്പര്യ രോഗത്തിന് നമ്മുടെ മേൽ അവകാശമില്ല. അതെല്ലാം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോവുക. പറഞ്ഞ് എൻ്റെ രോഗം യേശു വഹിച്ചതാ. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന രോഗങ്ങൾ യേശു ക്രൂശിൽ അനുഭവിച്ചത്. ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ല. സൗഖ്യമാക്കണേ എന്ന് ആരും പ്രാർത്ഥിക്കരുതേ. അത് തെറ്റായ പ്രാർത്ഥനയാണ്. സൗഖ്യമാക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഇനിയും യേശു അടികൊള്ളേണ്ടി വരും. ഇവിടെ നിങ്ങൾ ഒരിക്കലായി ഏൽപ്പിച്ചു. കഷ്ടം നോക്കി, ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു കേൾക്കുന്നത് നോക്കിയേ. 18-ാമത്തെ വാക്യം നോക്കിയേ. ഒരിക്കൽ യേശു കഷ്ടം അനുഭവിച്ചു. ആ വാക്യം നിങ്ങൾ ഞാനിപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാവേ. നമ്മുടെ പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. അപ്പൊ യേശു 2000 വർഷം മുമ്പ് ഒരു തവണയാണ് 1 അടി റോമൻ ഗവൺമെന്റിൽ നിന്ന് മേടിച്ചത്. അവിടെയാണ് യേശു മുറിവേറ്റത്. യേശു എന്നും മുറിവേൽക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, എന്നെ സൗഖ്യമാക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. കാര്യം ഇനി യേശു അടി കൊള്ളത്തില്ല, ഇനി യേശു മുറിവേൽക്കുന്നില്ല, ഇനി യേശു വേദന അനുഭവിക്കുന്നില്ല. കാരണം എന്നേക്കുമായി യേശു ക്രിസ്തു ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എനിക്ക്, അപ്പൊ ഇന്ന് മുതൽ പ്രാർത്ഥിക്കുന്നത് തെറ്റായിട്ടോ. പ്രാർത്ഥിക്കുന്നത് സൗഖ്യമാകാൻ പ്രാർത്ഥിക്കരുത്, സൗഖ്യത്തിന് വേണ്ടി വിശ്വസിച്ചാൽ മതി. എങ്ങനെയാ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, ബ്രദർ എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്നതല്ല, പറയണം. വെറുതെ ഒന്ന് പറ. നിങ്ങൾ ഇപ്പോൾ സംഭവിക്കാൻ വേണ്ടി പറയുന്നതിന്റെ കാരണം എന്താ? വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. ഇത് ഞാനിപ്പോൾ പുറത്തു പോയി ഒരു നിരീശ്വരവാദികൾ പറഞ്ഞാൽ പുള്ളി എന്നെ കളിയാക്കും. കാരണം പുള്ളി പറയും, അതെങ്ങനെയാ ഇന്നേക്ക് മുമ്പ് യേശു മുറിവേറ്റാൽ എനിക്ക് ഇവിടെ രോഗസൗഖ്യം വരുന്നത്? അതിപ്പോൾ ഡോക്ടർമാരൊന്നും വേണ്ടേ, ഹോസ്പിറ്റലൊന്നും വേണ്ടേ? അവർ തർക്കിച്ചുകൊണ്ടേയിരിക്കും. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയത്തില്ല. എനിക്ക് പരിശുദ്ധാത്മാവ് തന്ന വിശ്വാസം കൊണ്ടാണ് ഞാനിത് വിശ്വസിക്കുന്നത്. അപ്പൊ വിശ്വാസം ഉണ്ട്, നിങ്ങൾ പറഞ്ഞാൽ മതി. പ്രത്യേകിച്ച് നിങ്ങൾ വിശ്വസിക്കേണ്ട, പറഞ്ഞാൽ മതി. വിശ്വാസം നിങ്ങൾക്കുണ്ട്, നിങ്ങൾ പറയണം. പറഞ്ഞ് എൻ്റെ കൂടെ, കർത്താവിൻ്റെ അടിപ്പിടലുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കൈയോടെ വെച്ച് ഇപ്പോൾ വർഷങ്ങളായിട്ടുള്ള രോഗങ്ങൾ ഇപ്പോൾ ഈ നിമിഷം സൗഖ്യമാകുക. അത്ഭുത രോഗസൗഖ്യം ശരീരത്തിൻ്റെ മേൽ നിറയുക. അത്ഭുത സൗഖ്യം ഇപ്പോൾ സംഭവിക്കുക. അത്ഭുത സൗഖ്യം സംഭവിക്കുക. ആ ശരീരത്തിൽ നിന്നും രോഗശക്തികൾ അഴിഞ്ഞു മാറുക. രോഗത്തിൻ്റെ ദുരാത്മാക്കൾ ഇപ്പോൾ തന്നെ ശരീരം വിട്ടു മാറുക. മെഡിക്കൽ റിപ്പോർട്ടുകൾ, വർഷങ്ങളായിട്ട് ചലിക്കാത്ത മെഡിക്കൽ റിപ്പോർട്ടുകൾ അനുകൂലമായി വരാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ തളർന്നു കിടന്ന രോഗികൾ ചാടി എണീക്കാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ അസ്ഥികളുടെ മേൽ, ഞരമ്പുകളുടെ മേൽ, ആന്തരിക അവയവങ്ങളുടെ മേൽ മറഞ്ഞിരിക്കുന്ന സകല രോഗശക്തികളെ ഞങ്ങൾ പുറത്താകുന്നു. യേശുവിൻ്റെ അടിപ്പിണലുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ മുറിവിനാൽ അത്ഭുതം വന്നിരിക്കുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൈയെടുത്ത് വെച്ച് ഇതിന് ശേഷം ചോദിക്കും, സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കുക. ആ മുറിവിൽ നിന്നും അത്ഭുത സൗഖ്യം നിറയുക. ഓ യേശുവേ, ഇപ്പോൾ തന്നെ ചലിക്കാത്ത കൈകൾ ചലിച്ചുകൊണ്ടിരിക്കുക. നടക്കാൻ കഴിയാത്ത വ്യക്തികൾ നടക്കാൻ വേണ്ടി പോവുക. ആ തേയ്മാനങ്ങൾക്കകത്ത് പുതിയ അവയവം, അതിനുവേണ്ടിയൊക്കെ വില കൊടുത്തിരിക്കുക യേശു. പുതിയ അവയവം സ്വർഗത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടി വില കൊടുത്തു. അതിനുവേണ്ടി പ്രത്യേക ഒരു പ്രാർത്ഥനയില്ല. ഇങ്ങനെ പറഞ്ഞാൽ മതി, കർത്താവ് വില കൊടുത്തു, എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി വില കൊടുത്തു. ഇങ്ങനെ പറ, എൻ്റെ സൗഖ്യത്തിന് വേണ്ടി യേശു ക്രിസ്തു വില കൊടുത്തു ക്രൂശിൽ. കർത്താവ് എനിക്ക് വേണ്ടി വില കൊടുത്തു, എൻ്റെ സൗഖ്യത്തിന് വില കൊടുത്തു. ഇപ്പോൾ ഞാൻ സൗഖ്യത്തിന് അവകാശിയാണ്. യേശു വില കൊടുത്തത് കൊണ്ട്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വില കൊടുത്തത് കൊണ്ട് ഞാൻ ഇന്ന് സൗഖ്യം അനുഭവിക്കും. ഞാൻ സൗഖ്യം അനുഭവിക്കും. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ ശരീരത്തിൻ്റെ അകത്തോട്ട് വലിയൊരു ശക്തി വ്യാപരിക്കുക. ആ പിശാചുക്കൾ അലറി
വിട്ടുമാറുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ നിന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ദൈവാത്മാവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നല്ലോ, ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നല്ലോ, ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നല്ലോ യേശുവിന്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇപ്പോൾ തന്നെ ആ ബ്ലഡിലെ കൗണ്ടുകൾ പിടിച്ചു കെട്ടുന്ന കർത്താവേ, ഷുഗറിനെയും പ്രഷറിനെയും പിടിച്ചു കെട്ടുന്നപ്പ, ശരീരത്തിന്റെ തളർച്ചകളെ പിടിച്ചു കെട്ടുന്നപ്പ, ബലത്തോടെ ഓടി ചാടുവാനുള്ള ശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ തന്നെ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. യേശു എൻ്റെ രോഗത്തെ, ഇങ്ങനെ പറ, യേശു എൻ്റെ രോഗത്തെ അനുഭവിച്ചത് ഞാൻ അനുഭവിക്കത്തില്ല. ഒന്ന് ധൈര്യത്തോടെയൊക്കെ ഒന്ന് പറ, ഞാൻ ഇനി അനുഭവിക്കത്തില്ലെന്ന് പറ. ഞാൻ രോഗത്തെ ചുമക്കത്തില്ലെന്ന് പറ. ഞാൻ യേശുവിൻ്റെ മകളാണ്, മകനാണ്. സൗഖ്യം എൻ്റെ അവകാശമാണ്. ഒന്ന് ധൈര്യം കാണിച്ച്, കർത്താവ് എൻ്റെ രോഗത്തെ അനുഭവിച്ചതാ, കർത്താവ് എൻ്റെ വേദന അനുഭവിച്ചതാ, കർത്താവ് എൻ്റെ സകല പിശാചിന്റെ ഇൻഫ്ലുവൻസുകളെ തകർത്തതാ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നു. ഇപ്പോൾ ആ വേദനകൾ വിട്ടുമാറുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. അപ്പ ആ തോളെല്ലുകൾക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ ഇപ്പൊ സൗഖ്യം നടക്കുക. യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. നട്ടെല്ലിൻ്റെ അകത്ത് വേദനയാൽ ഭാരപ്പെട്ട് പിടിച്ചു കെട്ടിയതുപോലുള്ള വേദനകൾ ഇപ്പൊ വിട്ടുമാറുക. ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾസ് ഉണ്ടാവുക. പുതിയ അവയവങ്ങൾ, പുതിയ ഞരമ്പുകൾ, ആന്തരിക അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ആ കരിയാത്ത മുറിവുകൾ കരിയുന്നതായിട്ട് ഞാൻ കാണുന്നു. വ്രണമായി തീർന്നിരിക്കുന്ന മുറിവുകൾ സൗഖ്യമായി മാറുന്നു. അത്ഭുത സൗഖ്യത്തിന് നന്ദി കർത്താവേ, അത്ഭുത സൗഖ്യത്തിന് നന്ദി കർത്താവേ, അത്ഭുത സൗഖ്യത്തിന് നന്ദി കർത്താവേ. ശരീരത്തെ സൗഖ്യമാക്കുന്നു. അതേപോലെ തന്നെ മനസ്സിനേറ്റ മുറിവുകൾ നിമിത്തം ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ എന്നാ നെഞ്ചിൽ കൈയെടുത്ത് വെച്ച് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ വേണ്ടി പോവുക. മനസ്സിലേറ്റ മുറിവുകൾ, മരണം നിമിത്തം, വാക്ക് നിമിത്തം, വ്യക്തികൾ നിമിത്തം ഏറ്റ മുറിവുകൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു. വലിയൊരു പ്രകാശം നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരുന്നു. ഫ്രീ ആകുക നിങ്ങളിപ്പോൾ. യേശുവിൻ്റെ നാമം എല്ലാ ഡിപ്രഷനെയും ക്യാൻസൽ ചെയ്യുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ, ദിവ്യ സമാധാനം നിറയട്ടെ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, രാധിക എന്ന് പറയുന്ന ഒരു മോള്, ഇത് കേൾക്കുന്ന ഒരു വ്യക്തിയുടെ മോളാണ് രാധിക. ആ രാധികയുടെ പറയുമ്പോൾ തന്നെ രാധിക എന്ന് പറയുന്ന മോള് ഞാൻ മൂത്ത മോളായിട്ടാണ് കാണുന്നത്. അതിൻ്റെ താഴെ ഒരു ചെറുക്കനും കൂടിയുണ്ട്. ആ കുടുംബത്തെ ഇന്ന് കർത്താവ് തൊടുന്നായിട്ട് പറയുന്നു. ആ രാധികയുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ദൈവം ഇന്ന് ആ മകളെ തൊടാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ വിടുതൽ വ്യാപരിക്കട്ടെ. ഇന്ന് സൂമിലാണെങ്കിൽ ആ കുടുംബം എന്നെ കേൾക്കുന്നത്, ഞാൻ കാണുന്നത് മൂത്തത് ഈ രാധികയാണ്, രണ്ടാമത്തത് ഒരു ചെറുക്കനും കൂടെ ഉണ്ട്. ഇന്ന് ആ കുടുംബത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിലെ സകല പ്രതികൂലങ്ങളും ഇപ്പോൾ നീങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ അതിരുകൾ വിസ്താരമാകട്ടെ. സകല വേദനകളും ഇപ്പോൾ വിട്ടുമാറട്ടെ. കുടുംബം സമാധാനത്താൽ, പറയാനുള്ളവർ മാത്രം മ്യൂട്ട് മാറ്റിയാൽ മതിയെ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത്. ഈ ആലോചന സൂമിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ മ്യൂട്ട് മാറ്റി പറയുക. ബാക്കി ആളുകളൊക്കെ മ്യൂട്ട് ചെയ്താട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ, അത്ഭുത വിടുതലിനെ കർത്താവ് ചെയ്യുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നന്ദി കർത്താവേ, നന്ദി കർത്താവ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഷാജിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. ഷാജിക്ക് ഒരു സഹോദരനുണ്ട്, പേര് ഷൈജു എന്നാണ്. ഈ ഷൈജുവിന് ഈ കുടുംബത്തിൽ തന്നെ ഷൈജുവിനെയും ഇടയ്ക്ക് ഒരു മിനി എന്ന് പറഞ്ഞൊരു വ്യക്തി നിൽക്കുന്നതായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ 3 അടയാളം കേൾക്കുക, 3 വ്യക്തികളെയും കേൾക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഉള്ളത് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണം. കർത്താവ് ഇന്ന് കുടുംബത്തെ തൊടാൻ വേണ്ടി പോവാണ്. ദൈവത്തിന്റെ വലിയ പ്രവർത്തിക്കായിട്ട് കർത്താവ് വേർതിരിക്കാൻ വേണ്ടി പോവാണ്. നന്ദി കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ ഭവനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. അവരുടെ കുടുംബം ദൈവപ്രവർത്തിക്ക് വേണ്ടി വേർതിരിക്കുന്നല്ലപ്പ. ദൈവ സമാധാനം ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ സംഭവിക്കട്ടെ. സകല പ്രതിസന്ധികളെയും ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നപ്പ. ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ സമാധാനം ഉണ്ടായി വരട്ടെ. പറയാൻ വേണ്ടി അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ആ കുടുംബം ഇന്ന് ആമേൻ പറഞ്ഞ് ദൈവിക ആലോചനയെ സ്വീകരിച്ചോണം. ദൈവം നിങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കാൻ വേണ്ടി പോകുന്നു. ദൈവം നന്മ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ നന്ദി കർത്താവ്, യേശുവിന്റെ നാമം. ഞാൻ എല്ലാവരെയും ഓൾ മ്യൂട്ട് ചെയ്യുവാണ്, അല്ലെങ്കിൽ ശരിയാകും. ഇതിന് ശേഷം നിങ്ങളോടാണ് ആലോചനയെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നന്ദി പിതാവേ, ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. അനാവശ്യമായിട്ട് മ്യൂട്ട് ചെയ്യുന്നവരൊക്കെ നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മൈക്ക് എപ്പോഴും ശ്രദ്ധിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ.
നന്മയായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ. കർത്താവെ, ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിക്കായിട്ട് വേർതിരിക്കുന്നു. നന്മയാക്കുന്നല്ല കർത്താവെ. എൻ്റെ ഉള്ളത്തിൽ കർത്താവിൻ്റെ ഒരു വാക്ക് പറയുകയാണ്. ഈ രമണി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. രമണിക്കൊരു സഹോദരിയെ കർത്താവ് എന്നെ കാണിച്ചു. ഈ രമണിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ കർത്താവ് എന്നെ ഈ രമണിയോട് പറയുമ്പോൾ തന്നെ രമണി പുഷ്പലത എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി കർത്താവ് ഒരു സാക്ഷ്യത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. ആ രണ്ട് വ്യക്തികളെയും ചേർത്ത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. ഞാനിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ രണ്ടുപേരെയും അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി, കൂട്ടുകെട്ടൊരു അനുഗ്രഹമായി തീരട്ടെ. സകല വിഷയങ്ങളും ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മാറിപ്പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു വണ്ടിയുടെ നമ്പർ പോലെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് KL ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു കൂട്ടം നമ്പറാണ് ഞാൻ കാണുന്നത്. അതിൽ 6139, അതായത് KL എന്നുള്ള നമ്പറിൽ തന്നെ കേരള രജിസ്ട്രേഷനാണ് 3161 എന്ന് പറയുന്ന ഒരു നമ്പർ. ഞാൻ ആ വണ്ടിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു അനർത്ഥം ആ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് പറയുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, അനർത്ഥം വിട്ടൊഴിയട്ടെ. ദൈവപ്രവൃത്തി എന്ന കുടുംബത്തിൻ്റെ മേലുണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ പറഞ്ഞ് ആ കുടുംബം ഏറ്റെടുത്തോണം. തകർച്ചയല്ല, അനുഗ്രഹത്തെ സ്വീകരിച്ചോണം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ നന്മയായി തീരട്ടെ, സാക്ഷ്യമായി മാറട്ടെ. സകല വിഷയത്തിൻ്റെ മേലെയും കർത്താവെ അങ്ങ് ഇറങ്ങി വന്ന് ആ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിക്കുന്നതിന് നന്ദി പറയുന്നപ്പ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഞാൻ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഞാൻ തുറക്കുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കുടുംബത്തിൻ്റെ അകത്ത് പിതാവ്, അതായത് ആ ഒരു ആൺതലമുറയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിലെ പിതാവ് മരിച്ചു പോയതാണ്. ആ പിതാവ് മരിച്ച സമയം എന്ന് പറഞ്ഞാൽ 56-ാമത്തെ വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ആ പിതാവ് ആ കുടുംബത്തിൽ മരണപ്പെട്ടു പോയത്. ഇന്ന് ആ കുടുംബത്തിൽ ആ പിതാവിൻ്റെ ഫോട്ടോ അവിടെ വെച്ചതായിട്ട് ഞാൻ കാണുന്നുണ്ട്. 56 വയസ്സിലാണ് അത് മരണപ്പെടുന്നത്. എന്നാൽ ആ ഒരു മകൻ്റെ ഭാവിയെ തടസ്സപ്പെടുത്തുവാൻ നോക്കി നിൽക്കുന്ന സകല വിഷയത്തെ ഞങ്ങൾ ഇപ്പോൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവെ, അങ്ങയുടെ നാമമഹത്വം ഇന്ന് അവിടെ വെളിപ്പെടുത്തുന്നല്ലോ. അങ്ങയുടെ അത്ഭുത സാക്ഷ്യത്തെ ഇന്ന് അവിടെ തുറക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് ആ കുടുംബം ആമേൻ പറഞ്ഞ് ഇപ്പോൾ ഞാൻ എല്ലാവരും ഓൾ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. മ്യൂട്ട് മാറ്റുന്നില്ല. ഏറ്റവും ഒടുവിൽ നിങ്ങളോട് ആലോചന സൂമിലാണെങ്കിൽ മാത്രം പ്രതികരിച്ചാൽ മതി. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഫൗസി എന്ന് പറയുന്ന ഒരു പേര്, കർത്താവ് എന്നെ ഫൗസി എന്ന് പറയുന്നത്, ഫൗസി എന്ന ഒരു മുസ്ലിം പേരാണ് ഞാൻ കാണുന്നത്. ഫൗസി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയാണ് ഞാൻ കാണുന്നത്. ഒരു വ്യക്തിയുമായിട്ട്, ഇത് കേൾക്കുന്ന ഏതൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഫൗസി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ കൂട്ടുകാരി നിമിത്തം ഒരു വരുമാന മാർഗത്തിൻ്റെ വഴിയെ ദൈവം കണക്റ്റ് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്തോണം. അവിടെ ആലോചിച്ച് നിൽക്കേണ്ട. ദൈവം അതൊരു സാക്ഷിയാക്കാൻ വേണ്ടി പോകുന്ന ഫൗസി എന്നാണ് വിളിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഞാൻ പിന്നെ അനുഗ്രഹിക്കുന്നപ്പ. ഓരോ കുടുംബത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. അവരുടെ ജീവിതത്തിൽ, അവരുടെ ഭാവിയിൽ സാമ്പത്തിക കുരുക്കുകൾ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. വർധനവുണ്ടാകട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. വായ്പ മേടിക്കുന്ന അവസ്ഥകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിന്ദിക്കപ്പെട്ടോടത്ത് മാനിക്കപ്പെടട്ടെ. യേശുവേ, നന്ദി കർത്താവേ. അതോടൊപ്പം ഞാനൊരു ഭവനത്തെ കർത്താവിനെ കാണിച്ചുകൊണ്ട് ഈ ഒരു സീനറിയാണ് ഞാൻ കാണുന്നത്. ആ സീനറിക്കകത്ത് 2 ചെറിയ കുരുവികൾ, വലിയ പക്ഷിയല്ല, ചെറിയ കുരുവികൾ ആ പിക്ചറിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഇരിക്കുന്ന ഒരു ഭവനം. അത് കയറി വരുന്ന ഹോളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. 2 ചെറിയ കുരുവികൾ ആ ചിത്രത്തിൻ്റെ നടുക്കായിട്ട് ഞാൻ കാണുന്നു. ഞാൻ ആ കുടുംബത്തെ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളത്തിൽ കർത്താവിനോട് പറയുകയാണ്, ഒരു മാല ഇട്ടിരിക്കുന്ന, അതായത് നമ്മൾ ഈ ചെങ്ങല പോലത്തെ മാലയുടെ ചെറിയ കണ്ണിയുണ്ടല്ലോ, ആ ഒരു ഷേപ്പിലുള്ള കുഞ്ഞു മാല, അങ്ങനത്തെ ഒരു മാല ഇട്ടുകൊണ്ട് ഒരു വ്യക്തി ആ വീടിൻ്റെ അകത്തൂടെ നടക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ നിമിഷം ആ വ്യക്തി ഒരു റെഡ് കളറിലെ ഒരു നൈറ്റ് പോലത്തെ ഒരു വസ്ത്രമാണ് ഇട്ടിരിക്കുന്നത്. ഇന്ന് ആ വ്യക്തിയെ ഈ നിമിഷം കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ഒരു വാക്കിങ്ങനെ പറയുകയാണ്, നിങ്ങളെപ്പറ്റി വിധി പറഞ്ഞിട്ട സ്ഥാനത്ത് ഒരു പറച്ചിലുണ്ട്.
നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് തന്നെ അതിനേക്കാൾ മീതെ ദൈവം ഉയർത്താൻ വേണ്ടി പോവാന്ന് പറഞ്ഞത് ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവര് വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കാതെ, നോക്കിയിരിക്കാതെ പറഞ്ഞുകൊണ്ടിരുന്നേ, കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചതുകൊണ്ട് എനിക്കിനി രോഗം അനുഭവിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ വാക്ക്, നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടി അല്ല. വിശ്വാസം എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടി അല്ല, നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞു. നമ്മൾ ഇനി പറഞ്ഞാൽ മതി. ഇനി പ്രത്യേകിച്ച് വിശ്വസിക്കേണ്ട, പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. വിശ്വസിക്കുന്നവർക്കേ പറയാൻ പറ്റത്തുള്ളൂ. പൗലോസ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. അപ്പം വിശ്വാസം ഉള്ളവർ സംസാരിച്ചു തുടങ്ങി. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പം കർത്താവെ, ഞാൻ ഇന്ന് അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ വലിയ മഹത്വത്താൽ ഇന്ന് നിറയ്ക്കുന്നല്ലോ. അപ്പം യേശുവെ നന്ദി കർത്താവ്. ഓരോ കുടുംബങ്ങളെയും അങ്ങ് തൊടുന്നല്ലോ. യേശുവിൻ്റെ കർത്താവ് വലിയ മഹത്വം ഇന്ന് കുടുംബത്തിൻ്റെ മേൽ സ്പർശിക്കുന്നപ്പോൾ കർത്താവ് എന്നെ ഒരു കുടുംബത്തെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ അകത്ത്, ആ കുടുംബത്തിലെ മാതാവ് ആദ്യം വിദേശത്ത് പോയി. പക്ഷേ ഒത്തിരി നന്നായിട്ട് പൊക്കോണ്ടിരുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ പെട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞ് മടങ്ങി വരേണ്ടി വന്നു. മടങ്ങി വന്നിട്ട് പിന്നെയും ആ കുടുംബത്തിൻ്റെ അകത്ത് ഒരു മകനെ വിദേശത്തേക്ക് അയച്ചു. പക്ഷെ അവിടെ നിലനിൽക്കാൻ കഴിഞ്ഞില്ല. പല പ്രശ്നങ്ങൾ കൊണ്ട് മകനും മടങ്ങി വന്നു. ഇപ്പം രണ്ടുപേരും ഭവനത്തിൽ തന്നെയാണ്. പലപ്പോഴും പല വാതിലുകളിൽ മുട്ടി നടക്കുന്നില്ല. പക്ഷെ കർത്താവിൻ്റെ ഉള്ളത്തിലേക്ക് പറയുന്നു, ആ മകനുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു ഭാവിയെ തുറക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാനതിനെ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ അതിൻ്റെ പുറകിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും ഇപ്പോൾ നീങ്ങട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ അത്ഭുതകരമായ വ്യത്യാസം ഇപ്പോൾ സംഭവിക്കട്ടെ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ആരോൺ എന്ന് പറയുന്ന, ആരോൺ, ARON, എനിക്ക് സ്പെല്ലിങ് ഞാൻ പറഞ്ഞ കരുണികരത്തിൽ ആരോൺ എന്നാണ് വിളിക്കുന്നത്. അരുൺ അല്ല, ആരോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടുന്നതായിട്ട് പറയുന്നു. ആ വ്യക്തിയെ ഇങ്ങനെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. തലയ്ക്ക് മീതെ ഭാരമായിരുന്ന പ്രശ്നങ്ങളെ തമ്പുരാൻ പിടിച്ചു കെട്ടാൻ വേണ്ടി പോവാണ്. ദൈവം ആ വിഷയത്തിന് മേൽ ഇടപെടാൻ വേണ്ടി പോവാണ്. ഞാനിന്ന് അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ, അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന കർത്താവാണല്ലോ. ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഓരോ കുടുംബത്തെ അങ്ങ് തൊടുന്നല്ലോ, ഓരോ വ്യക്തികളെയും അങ്ങ് തൊടുന്നല്ലോ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഉഷ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കാണിക്കുന്നു. ഈ ഉഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഉഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ കുടുംബത്തിൽ ഉഷയുടെ കുടുംബത്തിൽ രഞ്ജുവിനെ ദൈവം തൊടുന്നതായിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നു. അപ്പം ഓരോ വ്യക്തികളുടെ മേൽ അത് അനുഗ്രഹമായി സാക്ഷ്യമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവ് അങ്ങ് തൊടുന്നല്ലപ്പ. കർത്താവ് എന്നെ മറ്റൊരു ഭവനം കാണിക്കുന്നു. മരിച്ചുപോയ ഒരു അപ്പച്ചൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ ഒരു കണ്ണട ഷെൽഫിൻ്റെ ഏറ്റവും മുകളിൽ, ആദ്യം ആ ഷെൽഫ് തുടങ്ങുന്ന ആ ഒരു റോയുടെ തൊട്ട് താഴത്തെ തന്നെ വെച്ചിരിക്കുന്ന ഒരു കണ്ണാടി വെച്ചിരിക്കുന്നു. അപ്പച്ചനുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് അപ്പച്ചൻ മരിച്ചുപോയ അപ്പച്ചൻ്റെ കണ്ണാടി മാത്രമാണ് റോയിലിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കാണുന്ന അപ്പച്ചനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അതായത് അപ്പച്ചൻ്റെ കയ്യിലൂടെ കടന്നു പോയ ഒരു സ്ഥലം അപ്രതീക്ഷിതമായി ഈ മരിച്ചുപോയ പിതാവിൻ്റെ ഒരു കെയർ ഓഫിൽ ഒരു സ്ഥലം സൗജന്യമായി നിങ്ങളുടെ മേലേക്ക് വരാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ വലിയ മഹത്വം എന്നോടുണ്ടാകട്ടെ. 1976 എന്നൊരു വർഷവും കൂടെ ആ കുടുംബവുമായിട്ട്, ഈ പറഞ്ഞ പിതാവിൻ്റെ കുടുംബവുമായിട്ട് കർത്താവ് ഞങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു കുടുംബത്തിൻ്റെ അകത്തുള്ള, ഈ ഫാമിലിക്ക് അകത്തുള്ളതാണോ ഫാമിലി ബന്ധത്തിലകത്തുള്ള എനിക്കറിയത്തില്ല, ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കർത്താവ് എന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരെല്ലാം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് ഇന്ന് അവരെ തൊടുന്നല്ലോ. ഓരോ വ്യക്തികളുടെ മേൽ ഇന്ന് തമ്പുരാൻ്റെ പ്രവൃത്തി അങ്ങ് അയക്കുന്നല്ലോ അപ്പ. മനപ്രയാസങ്ങൾ വിട്ടുമാറട്ടെ. മനസ്സിനെ അലട്ടുന്ന ഭയത്തെ ഞങ്ങളിപ്പോൾ പുറത്താക്കുന്നു. അത്ഭുതകരമായ പ്രവൃത്തി, ഭയങ്ങൾ വിട്ടുമാറട്ടെ, ഭാരങ്ങൾ വിട്ടുമാറട്ടെ. എല്ലാ ഡിപ്രഷനെയും ബ്രേക്ക് ചെയ്യുന്നപ്പ, എല്ലാ ദുരാത്മാക്കളെ ഞങ്ങൾ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ അങ്ങ് തൊടുന്ന കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
നമുക്ക് ഇന്ന് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തിൽ ആർക്കെങ്കിലും ദൈവിക ആലോചന ഇടപെട്ടവരോ സാക്ഷ്യമുള്ളവരോ പറയാനുള്ള അവസരമാണ്. അതിന് ഞാനിപ്പോൾ എല്ലാവരെയും മ്യൂട്ട് ചെയ്തേക്കാണ്. ഈ സമയത്ത് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ വിതച്ചവരെ ഓരോ വ്യക്തികളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് അവരുടെ മേൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. നന്മയായി തീരട്ടെ, സകല വിഷയങ്ങളും മാറട്ടെ. ഈ ദിവസങ്ങളിൽ വലിയ കൊയ്ത്തുണ്ടാകട്ടെ. അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനവുണ്ടാവും. എല്ലാവിധമായ ഞെരുക്കങ്ങളും വിശാലമാകട്ടെ. വലിയ ബ്രേക്ക് ത്രൂവിനെ കൽപ്പിക്കുന്നു. മിറക്കിൾ മണി ഉണ്ടായി വരട്ടെ. തകർച്ചകൾ മാറട്ടെ, ഉയർച്ച ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്ന് കർത്താവ് സകല ഡോറുകളെയും തുറക്കുന്നതിന് നന്ദി പറയുന്നു. സകല തിന്മയുടെ വാതിലുകളെയും അടച്ചതിന് നന്ദി പറയുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളവർക്ക്, സൂമിലുള്ളവർക്ക് മ്യൂട്ട് മാറ്റി പറയാം. യൂട്യൂബിലെ കാണുന്നവർക്ക് നേരിട്ട് വന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, അത്ര വീട്ടിൽ പറ്റില്ല എന്നുള്ളവർ നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് നമ്പറിലേക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അയക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി എന്റെ മകനാണ് ആരോൺ UK-യിലാണ്. അവന്റെ തലയ്ക്ക് മുകളിൽ ഭാരമായിരുന്ന പ്രശ്നങ്ങളിൽ ദൈവം ഇടപെടുന്നു എന്ന് പറഞ്ഞത് ഞാൻ ഏറ്റെടുക്കുന്നു. അതുപോലെ അതെ UK-യില, ജോലി ആയിട്ടില്ല, വിവാഹം ആയിട്ടില്ല. അത് ദൈവം തന്ന ആലോചനയെ ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ആരോണിന് പപ്പ മരിച്ചുപോയി, 56 വയസ്സ്. ആ മകന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതും ആ മകന്റെ വിഷയവും അത് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഇത് സിസ്റ്റർക്ക് വേണ്ടി മാത്രമുള്ള ആലോചനയാണ്, മറ്റാർക്കും വേണ്ടിയല്ല. ബ്രേസ് പറഞ്ഞ പോലെ തന്നെ ആരോണെ കർത്താവ് തുടർന്ന് പറഞ്ഞു. അതുമല്ല, ആ ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് 56 വയസ്സുള്ള ഒരു പിതാവ് മരിച്ചുപോയൊരു ഭവനമെന്ന് കാണിച്ചു. ഇന്നത് യേശുവിന്റെ നാമത്തിൽ കർത്താവ് കണ്ടിരിക്കുന്നു. അവന്റെ തലയ്ക്ക് മീതെ വലിയ ഭാരത്തെ കൊണ്ടുവന്നിട്ട് അവന് ഒതുക്കാൻ നോക്കിയ പിശാചിന്റെ തന്ത്രം ഇവിടെ തകരുവാണ്. അവിടെ ഭാവി തുറക്കാൻ വേണ്ടി പോട്ടെ. ഈ ദിവസങ്ങളിൽ ആലോചന ഏറ്റെടുത്ത് വിശ്വസിച്ച് പറഞ്ഞുകൊണ്ടിരുന്നോണം. രാജ്യത്ത് ഒരു സാധ്യത ഇല്ലായിരിക്കാം, പക്ഷെ കർത്താവ് പറയുന്നു ഈ രാജ്യത്ത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവൻ കാണാൻ വേണ്ടി പോട്ടോ. വിശ്വാസത്തോടെ ഇരുന്നോളാൻ പറ. ഗോഡ് ബ്ലസ്. ഈ സൗകര്യക്ക് വേണ്ടി തന്നെ കേട്ടോ ആ പേരും ആലോചനയും ഈ വ്യക്തിപരമാണത്. ഗോഡ് ബ്ലസ് സിസ്റ്റർ. പറഞ്ഞു. ഇപ്പൊ ഒരു ആലോചന പറഞ്ഞില്ലേ, പിതാവ് പിന്നെ കണ്ണട ഇരിക്കുന്നെന്ന്. അത് എന്റെ കുടുംബത്തിലാണ് ആ കണ്ണട ഇരിക്കുന്നത്, പിതാവിന്റെയാണ്. പിന്നെ 1976 എന്ന് പറയുന്ന അത് എന്റെ ആങ്ങളെയും അനിയത്തിയും ജനിച്ച, അവര് ട്വിൻസ് ആണ്, അവര് ജനിച്ച ഡേറ്റ് ആണത്. അവരിപ്പം ജീവനോടെ ഉണ്ടോ? ഇല്ല, പിതാവില്ല. അല്ല, ഈ ഡേറ്റ് ഓഫ് ബർത്തുകാര് അവർ രണ്ടുപേരും ഉണ്ട്. അവർ നമ്മുടെ ഈ ഭവനത്തിൽ തന്നെ, പിതാവ് മരിച്ച ഭവനത്തിൽ തന്നെയാണോ അവരുള്ളത്? ആങ്ങളെ എപ്പോഴും അവിടെ തന്നെയാ താമസിക്കുന്നത്. ഓക്കെ, ഞാനിത് കേട്ടോണ്ടിരിക്കുന്ന സിസ്റ്ററോട് ഞാൻ പറയുവാണ്, ഈ പിതാവിന്റെ കണ്ണാടിരിക്കുന്ന അടയാളം എല്ലാം കേട്ടല്ലോ, ഈ പറഞ്ഞ വർഷം എല്ലാം കേട്ടല്ലോ. കർത്താവ് പറയുമ്പോൾ ഒരു സ്ഥലം വില കൊടുത്ത് മേടിക്കാനല്ല, ഒരു സ്ഥലം ഈ പിതാവിന്റെ ഒരു കെയർ ഓഫ് ആണ്. അതെങ്ങനെയാണെന്നോ എവിടുന്നാണെന്നോ എനിക്കറിയത്തില്ല, പക്ഷെ തമ്പുരാൻ പറഞ്ഞത് ഈ അടയാളം കേട്ടല്ലോ, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് യേശുവിന്റെ നാമത്തിൽ ഇതുവരെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചോണം. സൗജന്യമായ ഒരു സ്ഥലത്തെ ദൈവം ഒരുക്കാൻ വേണ്ടി പോവാണ്. കർത്താവ് അത് ഒരുക്കും. മരിച്ചുപോയ പിതാവിന്റെ ഒരു മുഖാന്തിരമാണ് ദൈവം ഒരുക്കാൻ വേണ്ടി പോകുന്നത്. തല പുകഞ്ഞ് ആലോചിക്കേണ്ട, പ്രാർത്ഥനയിൽ ഏറ്റു പറഞ്ഞാൽ മാത്രം മതി. നന്മയും കരുണയും നമ്മുടെ പുറകെ വരും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കഴിഞ്ഞ ഒരു പ്രാവശ്യം 2-3 മാസം മുമ്പും എന്നോട് ഇങ്ങനെ ആലോചന പറഞ്ഞായിരുന്നു. ജോണി എന്ന് പറയുന്ന പിതാവിന്റെ ഒരു വസ്തു നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണെന്ന് ആലോചന പറഞ്ഞായിരുന്നു. വീണ്ടും അത് ഉറപ്പിക്കുന്നതാണ്. അത് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്ത്. ഈ കാര്യങ്ങൾ വല്ല സിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല പാസ്റ്റർ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷിയാക്കി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഒരു മിനിറ്റ് എല്ലാരും കൂടെ പറയല്ലേ. ഒരാളൊന്നും പറഞ്ഞു. ഒരു വണ്ടി നമ്പർ പറഞ്ഞായിരുന്നല്ലോ, KL 61 പിന്നെ 7031 ആണ്. അതെനിക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? ഏത് നമ്പറാ സിസ്റ്റർ പറഞ്ഞത്? ഞാൻ ആ നമ്പർ പറഞ്ഞില്ല, ഞാൻ ഓർക്കുന്നില്ല. ആലോചന വരുമ്പോ കേട്ടോ. KL 61 ലാസ്റ്റില് 31. ഈ 2 നമ്പർ ബ്രദർ പറഞ്ഞു, പക്ഷെ ഇടയിൽ ഒരു 70 ഉണ്ട്. ഓക്കെ, നോട്ടെ. 61 പറയത്ത ആരെ സൗകര്യട്ടേക്കുന്നത് 6139 അല്ലേ പറഞ്ഞത്? 61 ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ഈ ആലോചന
ഏത് നമ്പരാ പറഞ്ഞത്? 61 ആണോ? ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാനിത് ഓർക്കത്തില്ല. ആലോചന വരുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോണം നമ്പര്. KL 61 എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു 31 നമ്പരൂടെ പറഞ്ഞു. ഉണ്ട്. ഇത് KL 61 73031 ഉണ്ട്. ഈ 2 നമ്പരും ഉള്ള വണ്ടിയാണ്. വൈറ്റ് കളറാണ് ഈ വണ്ടിയുടെ കളർ. വൈറ്റ് ആണോ കളർ? വൈറ്റ്. എന്നത് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് ആ വാഹനത്തെ തൊടുന്നു. ആ വാഹന നിമിത്തം വലിയൊരു അനർത്ഥത്തെ ദൈവം എടുത്തു മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയുടെ വാതിലിനെ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ബ്ലസ് ചെയ്ത്, ഞാൻ എപ്പോഴും നിങ്ങൾ ഓർത്തോണം, ദൈവികമായ ആലോചന വരുന്ന സമയത്ത് നിങ്ങളുമായിട്ട്, അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ എന്നോടത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാൽ ചിലപ്പോൾ ഞാനത് ഓർത്തിരിക്കത്തില്ല. ആ ഫ്ലോയിൽ കർത്താവിന്റെ പരിശുദ്ധാത്മ ഇടപെടുന്നതാണ്. ഞാനത് മെമ്മറി ചെയ്ത് പിടിക്കത്തില്ല. കാരണം അത് ആലോചന ആരുമായിട്ടാണ് ബന്ധപ്പെട്ടത്. നിങ്ങൾ ഇനിയിപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ബ്രദറെ ഇന്ന കാര്യം എന്നോട് സംസാരിച്ചു പറഞ്ഞാൽ ഞാനതുകൊണ്ടാണ് എടുത്തെത്തി ചോദിക്കുന്നത്, ഇത് എന്ന് കേട്ടതാണെന്നൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ലൈവായിട്ട് പോകുന്നതും കൂടെയാണ്. എല്ലാവരും ഓർത്തോണം, യൂട്യൂബിലോട്ടും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ കേൾക്കുക, അതിൻ്റെ അകത്ത് ബന്ധപ്പെട്ടത് എന്തൊക്കെയാണോ എപ്പോഴും ശ്രദ്ധിച്ച് കേൾക്കുക. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. അത് ഏറ്റെടുത്തോണം. കർത്താവ് ഒരു സാക്ഷിയാക്കി മാറ്റും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. ഒരു മിനിറ്റ് കേട്ടില്ല സിസ്റ്റർ, എന്നാ പറഞ്ഞത്? മാലയുടെ കാര്യം എന്നാ പറഞ്ഞത്? കുരുവി ഉണ്ടായിരുന്ന ഒരു കുരുവിയുടെ പടമുള്ള ഒരു വീടും പിന്നെ ഹോളിൽ ഒരു കുരുവിയുടെ പടവും പിന്നെ ഒരു മാല ഇട്ടിരിക്കും പിന്നെ ഒരു റെഡ് നൈറ്റി ഇട്ടിരിക്കും ആ വ്യക്തി ഞാനാണ്. ഓക്കെ സിസ്റ്റർ, ഞാൻ ചോദിച്ചോട്ടെ സിസ്റ്റർ, ഇപ്പം നിങ്ങളുടെ വീടിന്റെ അകത്തുള്ള ചിത്രവും സിസ്റ്ററുടെ മാലയും ഇട്ടിരുന്ന വസ്ത്രവും ഞങ്ങൾ ആരെങ്കിലും കാണാൻ ഇപ്പൊ സാധ്യതയുണ്ടോ? ഇല്ലല്ലോ, ഒരു സാധ്യതയില്ല. ഒരു സാധ്യതയില്ല. കർത്താവ് കണ്ടിരിക്കുന്നു. ദൈവം അത് നിങ്ങളെ അടയാളമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താലോചന സിസ്റ്റർ കേട്ടത്? എല്ലാവരുടെ മുമ്പിൽ ഉയർത്തു എന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് അപമാനം അല്ലെങ്കിൽ ഒരുപാട് നിന്ദിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. കർത്താവ് അത് കണ്ടു കേട്ടോ. ദൈവം എത്രത്തോളം അത് കാണുന്നു, എത്രത്തോളം ദൈവം അടയാളത്തെ വെളിപ്പെടുത്തുന്നു. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന സിസ്റ്റർ ധൈര്യമായിട്ടിരുന്നോണം. ഇത് ഏറ്റു പറഞ്ഞോണം, ഞാൻ മാനിക്കപ്പെടാൻ വേണ്ടി പോവാ. ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഇത് കേൾക്കുമ്പം, ഈ പ്രവചനം കേൾക്കുമ്പോൾ, ആലോചന കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദർ ഇത് എങ്ങനെ സംഭവിക്കാൻ, നമ്മൾ ബുദ്ധി പറയും. എപ്പോഴും ഓർത്തോണം, ദൈവം ഉയർത്തുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. നമ്മുടെ ഞാൻ കോട്ടയം വഴിയൊക്കെ ചുമ്മാ നടന്ന മനുഷ്യനായിരുന്നു. ഞാൻ കോട്ടയം വഴി വെറുതെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സുവിശേഷവും പറഞ്ഞുകൊണ്ട് വെറുതെ നടന്ന മനുഷ്യൻ. ഇന്ന് ദൈവം രാജ്യങ്ങളിൽ എന്നെ ഒരു അനുഗ്രഹമാക്കി നിർത്തിയത് ഞാൻ സ്വപ്നത്തിൽ പോലും ആ സമയത്ത് ചിന്തിച്ചില്ല. ദൈവം എന്തെങ്കിലും ഡോർ തുറക്കും അങ്ങനെയൊക്കെ പോകുമെന്ന് പറഞ്ഞു. എല്ലാം വേഗത്തിലായിരുന്നു. അപ്പോൾ എപ്പോഴും ഓർത്തോണം, നിങ്ങൾ ദൈവത്തിന്റെ കയ്യിലെ ഒരു റബ്ബർ പന്ത് പോലെ ഏത് നിമിഷവും കർത്താവ് എടുത്ത് എറിയും നമ്മളെ. ദൈവം ഉയർത്തിയാൽ ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത മേഖലയിലാണ് ദൈവം ഉയർത്താൻ വേണ്ടി പോകുന്നത്. അന്നും ഞാൻ വിളിച്ചു പറഞ്ഞു, ഉയർച്ച തന്നെ പ്രാപിക്കും. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഇന്നും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ദൈവമാണ്. ദൈവത്തിന്റെ മൈൻഡ് സെറ്റപ്പിന് നമ്മൾ അനുഗ്രഹിക്കുന്നത്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് മാനിക്കപ്പെടാൻ വേണ്ടി പോവാണ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ ആലോചന ഇടപെട്ടവർ? പറഞ്ഞു. രോഗസൗഖ്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞോണം, സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. രോഗം വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദൈവത്തിന്റെ ഒരു പദ്ധതിയല്ല കേട്ടോ. പറഞ്ഞു. ഇന്നലെ മോന് പനിയാന്ന് പറഞ്ഞു. ഇന്നലെ അപ്പോ ബ്രദർ പറഞ്ഞ കർത്താവിന്റെ അടിപ്പിടിനാൽ സൗഖ്യം സംഭവിക്കുന്നു പറഞ്ഞ, അങ്ങനെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. വേർത്ത് മോന്റെ പനി കുറഞ്ഞു. അപ്പൊ തന്നെ മാറി. ഇന്നലെ അപ്പൊ തന്നെ മാറി. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി. നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് സൗഖ്യമാക്കി. പറഞ്ഞു. ഒരു 56 വയസ്സ് കഴിഞ്ഞ ഒരു പിതാവ് മരിച്ച ഒരു ഭവനമാണ്. ആ ഭവനത്തിന്റെ തലമുറയുടെ ഒരു ഭാവിക്ക് തടസ്സത്തെ മാറ്റുന്നു എന്ന് പറഞ്ഞു. അത് ഞാൻ ഏറ്റെടുക്കുന്നു ബ്രദറെ. ഏറ്റെടുത്ത സിസ്റ്ററെ കർത്താവ് ഒരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ധൈര്യമായിട്ടിരിക്കുക. ആമേൻ. പറഞ്ഞു. ബ്രദർ പറഞ്ഞല്ലോ, ഒരു മാതാവ് വിദേശത്ത് പോയി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തിരിച്ചു വന്നു, മകനും പോയി എന്ന്. ഞാൻ 90 ഡിസംബറിലാണ് മസ്കറ്റിൽ പോയത്. 2019 ഞാൻ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് 2022 എന്റെ മകനെ പഠിക്കാൻ വേണ്ടി UK വിട്ടു. 23 അവൻ തിരിച്ചു വന്നു. ഇപ്പം ബാംഗ്ലൂര് ജോലി ചെയ്യുന്നു. 32 വയസ്സായി, വിവാഹം ഒന്നും ആയിട്ടില്ല. അങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്നു. ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ?
ഈ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നടന്ന കാര്യങ്ങൾ ഇല്ല വല്ലതും ഇല്ല പറഞ്ഞിട്ടുണ്ടോ സിസ്റ്റർ? അങ്ങനെയെങ്കിൽ ഉറപ്പിച്ചോ, മകനെ ദൈവം ഇല്ല തൊടാൻ ബ്രദർ വേണ്ടി ഇല്ല. പോവാണ്. രാജ്യങ്ങളുടെ നന്മ അവന്റെ മേൽ തുറക്കാൻ ആമേൻ വേണ്ടി പോവാണ്. വലിയൊരു ഉറവ ദൈവം തുറക്കാൻ ആമേൻ വേണ്ടി പോയി കുടുംബത്തിൽ കേട്ടോ. ആമേൻ പറഞ്ഞത് പിടിച്ചോ, ആമേൻ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് ആമേൻ യു. ഹലോ, ആമേൻ. പ്രൈസ് ലോർഡ് ബ്രദർ. ഈ പറഞ്ഞു, പ്രൈസ് ലോർഡ്. ആലോചന ഞാനും ഹലോ, ഏറ്റെടുക്കുന്നു ബ്രദർ. പ്രൈസ് ലോർഡ്. ഏറ്റെടുത്തോ സിസ്റ്റർ, ഹലോ പറഞ്ഞു. ബ്രദർ. ബ്രദർ, ഒരു ഫൈസ എന്നൊരു മുസ്ലിം സഹോദരിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാൾ അത് കേൾക്കുന്നു എന്ന് പറഞ്ഞു. അത് ഞാനാ ബ്രദർ. സിസ്റ്ററുടെ ഫ്രണ്ട് ആണോ അത്? ഫൈസ. അത് ആ വ്യക്തിക്ക് വേണ്ടി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചോണം. ദൈവം ഒരു വരുമാനം, നന്മയുടെ ഒരു ഡോറിനെ തുറക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു പ്രത്യേക സമയത്ത് ഒരു സജഷൻ പോലെ ഒരു സംഭവം കൊണ്ടുവരും. അത് ധൈര്യമായിട്ട് കൈ കൊടുത്തോണം. ദൈവം ഒരു ബ്ലെസ്സിങ് ആയിട്ട് മാറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ ആമേൻ. ഓക്കെ, പ്രൈസ് ലോർഡ് ബ്രദർ. പറഞ്ഞു. ഒരു ഷാജി എന്നാണ്, ഷാജിയുടെ ബ്രദർ ഷൈജു എന്നാന്ന് തോന്നുന്നു ബ്രദർ പറഞ്ഞത്. എന്റെ ഷാജി എന്ന് പറയുന്നത് എന്റെ ബ്രദറിൻ ലോയും, ഷൈജു എന്ന് പറഞ്ഞാൽ എന്റെ ബ്രദറുമാണ്, മിനി എന്ന് പറയുന്നത് എന്റെ സിസ്റ്റർ ലോയുമാണ്. സിസ്റ്റർ ലോയുടെ ഹസ്ബൻഡ് ഷാജിയാണ്. ഷാജി ഭട്ട് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. എന്റെ ബ്രദർ ഷൈജു, എന്റെ സിസ്റ്റർ ലോ മിനി. എപ്പോഴും ഓർത്തോണ്ട് സിസ്റ്റർ, ഈ ഓരോ അടയാളം വെളിപ്പെടുത്തുന്നത് നിങ്ങൾ എന്ന വ്യക്തിയെ കർത്താവ് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഇന്ന് ഷാജി, ഷൈജു, മിനി ഈ 3 പേര് നിൽക്കുന്ന ഒരു സർക്കിൾ ഉണ്ട്. ഈ 3 സർക്കിളിന്റെ അകത്തുനിന്നും കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ ദിവസങ്ങളിൽ ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോണം. നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് കർത്താവ് ഒരു വെളിച്ചത തുറക്കാൻ വേണ്ടി പോകുന്നു. ഒരു സാക്ഷ്യം ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നു. വലിയ പ്രതീക്ഷയോടെ ഈ ദിവസങ്ങളിൽ ഇരുന്നോണം. കർത്താവ് അതിന്റെ മേൽ സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. ബ്രദറെ, ഇപ്പോ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്ന സമയത്ത് പ്രാർത്ഥന തുടങ്ങി, വിശ്വാസ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞു, വചനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ബെഡിലിരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് കതക് തുറന്ന് പുറത്തേക്ക് അടുക്കള വശത്തേക്ക് പോകണം, ഇങ്ങനെ മനസ്സിൽ വല്ലാത്തൊരു ചിന്ത പോലെ വന്നു. ഞാന് ലൈറ്റ് ഇടാതാണ് സാധാരണ ഈ ടോർച്ചുമായിട്ടാ പോകുന്നത്. ഇന്ന് ഞാന് വെള്ളമൊക്കെ കയറി ഇറങ്ങിയ വീടായതുകൊണ്ട് ഞാന് ലൈറ്റ് ഇട്ടിട്ടാണ് പോയത്. കുഞ്ഞും കിടന്ന് ഉറങ്ങുന്നുമുണ്ട്. ഞാൻ ചെന്നപ്പോ അടുക്കളയുടെ കതകിന്റെ ഓടാമ്പലെ ചെറിയൊരു പാമ്പിരിക്കുന്നു. ഞാന് ആ വചനം പറഞ്ഞ് കൈക്കോടാലിക്ക് ഒരു വിട്ടു കൊടുത്തു. അതായത് അത് താഴെ വീണു. അപ്പം തന്നെ 2ആയിട്ട് കഷ്ണിച്ച് കളഞ്ഞു. ദൈവം അനർത്ഥം വ്യസനകാരണമായി തീരാതെ കാത്തു. അതെ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് മനസ്സിലൊരു തോന്നലുണ്ടായി അങ്ങോട്ട് പോകുവാൻ. ഇല്ല എങ്കിൽ ഇനി സാക്ഷ്യം പറയുവാൻ മറിയം അവിടെ കാണത്തില്ല. ആ വലിയൊരു അനർത്ഥമായി തീർന്ന സാധനം ദൈവം ഓർപ്പിച്ചു. ആ ഇഴജന്തുവിനെ നീക്കിക്കളയുവാൻ ഇടയാക്കി തീർന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. എപ്പോഴും ഓർത്തോണം, ദൈവം നമ്മുടെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണ്. അതിലൊരു തെളിവാണിത്. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ പറഞ്ഞു. ഹലോ ബ്രദർ, പറഞ്ഞു. പറയട്ടെ കേൾക്കുന്നു. പറഞ്ഞു. ബ്രദർ, എനിക്ക് ഒരു സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. പബ്ലിക്കായിട്ട് പോലും പറയാൻ പറ്റാത്ത സ്ഥലങ്ങളിലായിരുന്നു. എനിക്ക് നല്ല ചൊറിച്ചിലായിരുന്നു. കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പൊ മുന്നേ എനിക്ക് കർത്താവെ എനിക്ക് സൗഖ്യം തരണമെന്ന് ഹോമിയോയിലൊക്കെ ഒത്തിരി മരുന്ന് കഴിച്ചതായിരുന്നു. എനിക്ക് കക്ഷത്ത് ബ്രത്തിന്റെ അടിയിലൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഹോമിയോ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അത് മാറി. പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ പറയാൻ പറ്റാത്ത അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ചൊറിച്ചിലായിരുന്നു. ഹോമിയോ ഒക്കെ ഞാൻ കഴിച്ചു നോക്കിയിട്ട് ഒരു കുറവുമില്ല. എനിക്ക് പുറത്തൊക്കെ ഇറങ്ങി പബ്ലിക്കായിട്ട് പോവാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഏത് സമയത്താണ് ഈ ചൊറിച്ചിൽ വരുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെ അപ്പൊ ഈ ബ്രദറിന്റെ ഈ പ്രാർത്ഥനയിൽ ഞാൻ കയറിയ ശേഷം ഞാൻ യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം എന്ന് പറഞ്ഞ് കരഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഇപ്പൊ എനിക്ക് 2-3 ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്യുമായിരുന്നു ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി. ഇപ്പൊ എനിക്കത് പൂർണ്ണമായിട്ട് ചൊറിച്ചിലങ്ങ് മാറി. എത്ര നാട്ട് ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്റർ അത്? എന്താ ബ്രദർ? എത്ര നാളായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു? എത്ര നാളുകൾ? എനിക്കിത് കുറെ ഞാന് ജോലി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഹോസ്റ്റലില് എറണാകുളത്തായിരുന്ന സമയത്ത് അവിടെ കോമൺ ബാത്റൂം ഒക്കെ ഉപയോഗിക്കുന്ന ആ സമയം തൊട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പല ഡോക്ടറെയും കണ്ടു, ഇംഗ്ലീഷ് മരുന്ന് ആദ്യം കഴിച്ചു, മാറാണ്ട് പിന്നെ ഞാൻ ഹോമിയോയിലേക്ക് മാറി. എന്നിട്ടും മാറിയില്ല. പല ഹോമിയോയിലേക്ക് ഞാൻ മാറി. എന്തായാലും എത്ര വർഷമായിട്ടുണ്ടായിരുന്നു സിസ്റ്റർ? ഒരു 4-5 വർഷം തൊട്ടുണ്ട്.
ആമേൻ. പ്രിയ സിസ്റ്റർ എറണാകുളത്തായിരുന്നു. പറഞ്ഞ പോലെ തന്നെ 4-5 വർഷം, ഞാൻ എന്തുകൊണ്ടാണ് ഈ വർഷം ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റർ എന്നറിയാവോ, ഇതേപോലെ രോഗികളായി ഭാരപ്പെടുന്ന ചിലപ്പോൾ കുറേ കാലം ചെല്ലുമ്പോഴേക്കും ആൾക്കാർക്ക് മടുപ്പ് വരും. കാരണം ഇനി അത് മാറുമോ, ഇനി എൻ്റെ രോഗം മാറുമോ, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമോ. അപ്പോൾ സിസ്റ്റർ 4-5 വർഷമായിട്ട് രോഗാവസ്ഥയിലായിരുന്നു. പല ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വ്യത്യാസമില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രോഗസൗഖ്യ വചനം കേട്ടു. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ വിശ്വസിക്കാനൊന്നും പോകണ്ട, വിശ്വാസം ഉള്ളവൻ പറയും. സിസ്റ്റർ അത് പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ, ആ സ്കിൻ ഡിസീസ് പൂർണ്ണമായും ആ ബുദ്ധിമുട്ട് സൗഖ്യമായി. ഇത്രയും വർഷം അനുഭവിച്ചുകൊണ്ടിരുന്ന വേദന, ബുദ്ധിമുട്ട്, രോഗം കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. അനേകരോട് പറയണം കേട്ടോ. അത് മാത്രമല്ല, അനേക രോഗികളെ കാണുമ്പോൾ കൈവച്ചങ്ങ് സൗഖ്യമാക്കിക്കോണം, പ്രാർത്ഥിച്ചോണം. ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരോടും ഞാൻ പറയുന്നത്, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞ് ധൈര്യമായിട്ട് ബലപ്പെടുത്തിക്കോണം. നിങ്ങളിലൂടെ സൗഖ്യത്തിന്റെ വലിയ പകർച്ച കർത്താവ് ചെയ്യുന്നു. എനിക്ക് വിശ്വസിച്ച് ഒന്നുകൂടെ പറയട്ടെ. എനിക്ക് വീട്ടിലൊരു ജോലിക്കാരി ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ ഇപ്പൊ വളരെ സുഖമില്ലാതൊക്കെ കിടക്കുകയാണ്. സംസാരിക്കൂല, വെള്ളമൊന്നും കുടിക്കൂല. അപ്പൊ ഞാനൊരു ദിവസം പോയി കണ്ടിട്ട് ഞാനിങ്ങനെ അവരുടെ തലയിൽ കൈവച്ചിട്ട് ബ്രദർ പറഞ്ഞതുപോലെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു, മക്കൾക്കൊക്കെ ഇങ്ങനെ രോഗം നമുക്ക് അവകാശപ്പെട്ടതല്ല, നമുക്ക് രോഗസൗഖ്യമാണ് അവകാശപ്പെട്ടത്. അതുകൊണ്ട് തലയിൽ കൈവച്ചിട്ട് ഞാൻ ഇങ്ങനെ തിരുമുറിവിനാൽ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഇന്ന് അവരെന്നെ വിളിച്ചു പറഞ്ഞു, അമ്മ കണ്ണു തുറന്നു, അവരെന്നെ വെള്ളം എല്ലാം വാങ്ങി കുടിച്ചു എന്നൊക്കെ അവരെന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു. ആമേൻ. ഇനി മുതൽ സിസ്റ്റർ എല്ലായിടത്തും പോയി കൈവച്ചങ്ങ് പറഞ്ഞോണം, കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞോണം. സിസ്റ്റർ പറഞ്ഞ തന്നെ ആ സൗഖ്യം ലഭിച്ചതുകൊണ്ട് മറ്റൊരാളെ സൗഖ്യമാക്കുവാൻ ധൈര്യം കിട്ടി. ഇത് കേൾക്കുന്നവർക്ക് ഈ ധൈര്യം വന്നോണം. രോഗികളെ കണ്ടാൽ ധൈര്യത്തോടെ ഇനി കൈവച്ചോണം. യേശു ക്രിസ്തു അനേകരെ സൗഖ്യമാക്കും. ഇനിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം, കൈവച്ചോണം. ഇനി കുരിശ് വരച്ചില്ലേലും കുഴപ്പമില്ല, കർത്താവിന്റെ കൈവച്ചോണ്ട് പറഞ്ഞാൽ യേശു നമ്മുടെ കൈക്കകത്താണ് ആ സൗഖ്യത്തെ വ്യാപരിക്കാൻ ദൈവം എന്ന് തീരുമാനിക്കുന്നത്. കൈവച്ചോണം, ദൈവം അത്ഭുതങ്ങളെ ചെയ്യും യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യം പറയാനുണ്ടായിരുന്നേ. പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ സാറ്റർഡേ ആണെങ്കിൽ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ് ആയിരുന്നു. വെച്ചാൽ വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കാരണം ഭയങ്കര ഡിസ്റ്റർബ് ആയിരുന്നു. അപ്പം ഞാൻ ഒത്തിരി കരഞ്ഞൊക്കെ ചെയ്തു. അപ്പം എനിക്ക് എക്സാമും ഞാൻ M.Com ഫൈനൽ ഇയർ ആണ്. അപ്പം എക്സാമും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ കർത്താവിനോട് ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു, കർത്താവെ നീ എന്നോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത് ഏത് മുഖേനയാണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ബൈബിളിൽ കൂടി സംസാരിക്കണം, അല്ലെങ്കിൽ ആരിലും കൂടെ എന്നോട് നീ സംസാരിക്കണം, എനിക്ക് നീ സംസാരിച്ചേ പറ്റൂ എന്നുള്ള വാശിയായിരുന്നു എനിക്ക്. പിന്നെ ആണെങ്കിൽ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ബൈബിള് തുറന്നു. അപ്പം രാജാക്കന്മാരെയാണ് കിട്ടിയത്. പക്ഷെ എനിക്ക് അത് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. അപ്പൊ ഞാൻ കർത്താവിനോട് വീണ്ടും പറഞ്ഞു, കർത്താവ് എനിക്കിത് വായിച്ചിട്ടാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല, നീ എന്നോട് സംസാരിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാതിരുന്നപ്പം ആണെങ്കിൽ എനിക്ക് ഈ മൺഡേ ആണ് ഇതിന്റെ എക്സാം ആയിരുന്നു. അപ്പം ഞാനാണെങ്കിൽ സാധാരണ അങ്ങനെ ബുക്ക് ആദ്യം ഒന്നും നോക്കാറില്ല. അപ്പൊ ഇങ്ങനെ ബുക്ക് ഇങ്ങനെ ആദ്യം നോക്കിക്കൊണ്ടിരുന്നപ്പോ അതിന്റെ ഓതേഴ്സ് ആണെങ്കിൽ M.Com പഠിച്ച ആൾക്കാരെ. അപ്പൊ അതനുസരിച്ച് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ഇങ്ങനെ കുറെ നോക്കി കഴിഞ്ഞപ്പം 3-ാമത്തെ പേജ് എടുത്തപ്പം 3 ബൈബിളിന്റെ കോട്ട്സ് കണ്ടു. അതാണെങ്കിൽ ഫിലിപ്പിയർ 4:13, പിന്നെ സങ്കീർത്തനം 94:18-19, പിന്നെ ഇരമ്യാവ് 33:2-3. അപ്പൊ ഈ 3 വാക്യങ്ങളാണ് കണ്ടേ. അതിപ്പോ ഞാനാണെങ്കിൽ ബൈബിള് നോക്കിയിട്ട് മലയാളത്തിൽ അതിന്റെ ഇത് എഴുതി. എന്നിട്ട് ഞാൻ പിന്നെ അത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പിന്നെയും പഠിക്കായിരുന്നു. എന്നിട്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ ഫ്രഷ് ആവാൻ നേരത്തെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, കർത്താവ് നീ എന്നോട് എന്ത് സംസാരിച്ചില്ലെന്ന്. അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഈ 3 കോട്ട്സ് ആണെങ്കിൽ ഓടി വന്നു. അപ്പൊ ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം ഞാൻ അത്രയ്ക്ക് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അപ്പം ഈ 3 വാക്യങ്ങള് എന്റെ ഡിസ്റ്റർബൻസ് മാറ്റാനുള്ള കഴിവുണ്ടായിരുന്നു. അതിപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത്രയും 2 വർഷം കൊണ്ട് ഞാൻ M.Com പഠിക്കുക, ഇതുവരെയായിട്ട് ഞാൻ ബൈബിളിലെ ഇങ്ങനെ ഒരു കോട്ട്സ് കണ്ടിട്ടില്ല. പിന്നെ അതുകൊണ്ട് എനിക്ക് എന്റെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സെമ്മിലുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കും എടുത്തു. പക്ഷെ അതിലൊന്നും ഇതുപോലത്തെ കോട്ട്സ് ഇല്ല, ഈ ടെസ്റ്റിൽ മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ അത് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബ്രദറെ, തീർച്ചയായിട്ടും കർത്താവ് എന്ന പ്രിയമായ ഇടപെട്ട കൃപയ്ക്കുന്ന ദൈവം നമ്മുടെ സംസാരിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. ധൈര്യമായിട്ട് മുന്നോട്ടിരിക്കുക. കർത്താവിന്റെ വചനത്തിലും വിശ്വാസ പ്രാർത്ഥനയിലും ആശ്രയിക്കുക. ഇനിയും ദൈവം ഉയർത്തും, ഇനിയും ദൈവം മാനിക്കും, ഇനിയും കർത്താവ് സംസാരിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കും. ആമേൻ. ഹലോ ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടേ. എന്റെ ഏണിനാണെങ്കിൽ ഭയങ്കര വേദനയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം എല്ലാ രോഗത്തിന്റെ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞൊക്കെ എനിക്ക് എന്റെ ആ ഏണിന്റെ വേദന അങ്ങ് പോയി. 10 വർഷത്തിൽ മുകളിലായിരുന്നു. ഏണെന്ന് പറഞ്ഞ സിസ്റ്ററെ? ഏണ് നമ്മുടെ കാലിന്റെ ഏണില്ലേ,
മുട്ട് അല്ല, മേളിലെ ഏണ്, ക്ഷമിക്കണം, കാലിന്റെ കാര്യം ഓരോ ഏണ് ഭാഗത്ത്. ഓക്കെ, പല സ്ഥലത്തും പല ഇതായോണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഹിപ്പ് മനസ്സിലായില്ല. ഹിപ്പ് ആ, ഹിപ്പിന്റെ എല്ല് ഹിപ്പ് ഭാഗം ഇടുപ്പ് ഹിപ്പ് നടുവിന്റെ അവിടുത്തെ ഹിപ്പ് നമ്മുടെ ഹിപ്പ് നടുവിന്റെ അടുത്ത്. ഹിപ്പ്. ഓക്കെ, സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഹിപ്പ് ജോയിന്റ് ക്ഷമിക്കണം. ഹിപ്പ് ജോയിന്റ് ഹിപ്പ്. ഓക്കെ, മനസ്സിലായി. ഇടിപ്പ്. ഓക്കെ, എനിക്ക് വേറൊന്നുമല്ല ഞാൻ ചോദിച്ച സിസ്റ്ററെ, കാരണം വെച്ചാൽ നമ്മൾ ഈ പല ജില്ലക്കാരായതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ഒത്തിരി അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പറയുന്ന വാക്കല്ല ഓരോ ജില്ലയിലും പല വാക്കുകൾ വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇടുപ്പിൽ 10 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ അത് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം അനുഭവിക്കാൻ ഇടയായി തീർന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാലോചിച്ച് 10 വർഷമായിട്ട് അനുഭവിച്ചിരുന്ന രോഗമാണ് കർത്താവ് തൊട്ടത്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. അനയോട് പറയണം, യേശു എന്നെ സൗഖ്യമാക്കിയെങ്കിൽ ഈസി ആയിട്ട് നിങ്ങളെ സൗഖ്യമാക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്ന് പറഞ്ഞ രമണി ഞാനാണ്. പുഷ്പലത എനിക്ക് അറിയില്ല. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോ, കർത്താവ് ഒരു സാക്ഷ്യമായിട്ട് വരും കേട്ടോ. ശരി, താങ്ക് യു. ബ്രദറെ, എന്റെ തലയുടെ ബാക്കിൽ താഴെയായിട്ട് ഭയങ്കര വേദനയുണ്ട് കുറച്ച് നാളുകളായിട്ട്. ഇപ്പൊ ബ്രദർ പ്രാർത്ഥിച്ചപ്പോ അത് മാറി. എവിടെയായിരുന്നു സിസ്റ്ററെ? തലയുടെ ബാക്കിൽ താഴെയായിട്ട് ഭയങ്കര വേദന. എത്ര നാളായിട്ട് സിസ്റ്ററെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അത് കുറച്ച് നാളുകളായി. ഇപ്പൊ അത് മാറി, പൂർണ്ണമായിട്ടും മാറി. പൂർണ്ണമായി മാറി. ആമേൻ. കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. പ്രിയ സൗരി പറഞ്ഞ പോലെ തന്നെ തലയുടെ ബാക്കിൽ ഭയങ്കര വേദനയായിരുന്നു കുറെ നാളായിട്ട്. എന്നാൽ ഇപ്പോൾ പ്രാർത്ഥനയിൽ അത് സൗഖ്യമായി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും പറഞ്ഞു? ഞാനൊരു തമാശ പറയാം, ചെറിയൊരു തമാശ ആയിട്ടുള്ള സാക്ഷിക. വേറൊന്നുമല്ല, നമ്മുടെ കഴിഞ്ഞ ആഴ്ച വലിയ ഭീകരൻ മഴയൊക്കെ ആയിരുന്നു ഇവിടെ പാലക്കാട്. അപ്പൊ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് അത്ര സൂചിച്ചില്ല. അപ്പൊ എന്റെ വൈഫും ഒക്കെ ഉണ്ട്. ഞാനിപ്പോ എന്റെ പിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മഴ ഞാൻ ശാസിച്ച് മഴ പെയ്യരുതെന്ന് പറഞ്ഞു. ഒരു 5-6 ദിവസമായിട്ട് മഴ ഇവിടെ പെയ്തില്ല. അപ്പൊ ഞാനെന്നിട്ട് ഇന്നലെ ഭയങ്കര ചൂട് വൈഫിനോട് പറഞ്ഞു, ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞു. നിങ്ങളല്ലേ വെറുതെ മഴ ശാസിച്ചിട്ട് മഴ നിർത്തിപ്പോയിരുന്നു. അപ്പൊ ശേഷം ഞാൻ പറഞ്ഞു, ശരി എന്തായാലും മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞു. ഒരുപാട് തുടങ്ങിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നന്ദി കർത്താവ്. പ്രിയ ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമുക്ക് കാലാവസ്ഥ നമ്മുടെ മേലെ അധികാരമുണ്ട്. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അനേകർക്ക് അത് ആർക്ക് നമ്മൾ മഴയൊക്കെ ആയിക്കോട്ടെ കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടിപ്പോൾ മാറ്റം ഉണ്ടായ കാര്യത്തെ പറഞ്ഞു. ഇനിയും കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ എല്ലാ വിഷയത്തിലും പ്രാർത്ഥന ഉപയോഗിക്കുക, വിശ്വാസം ഉപയോഗിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? പറഞ്ഞു പറഞ്ഞു. ഇന്നലെ 1993 ജനിച്ച ഒരാളിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അതൊരു തലമുറയെന്നാ പറഞ്ഞത്. എന്റെ മോളുടെ ഹസ്ബൻഡാണ് ഇന്നലെ പറഞ്ഞു. അവര് ഫിനാൻഷ്യലി ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത്. അത് പറഞ്ഞായിരുന്നു ബ്രദർ, അങ്ങനാ പറഞ്ഞത്. അത് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുക്കുന്നു. ആമേൻ ആമേൻ. ധൈര്യമായിട്ടിരിക്കും. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. എന്റെ ക്ലാസ്സിലേക്ക് പഠിക്കാൻ വന്ന കുട്ടിയായിട്ട് അയലർന്ന് അവരുടെ കഴുത്തിൽ ഒരു മുഴ ഉണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് അവർക്ക് പനി ഉണ്ടായി. പനി മാറിയിട്ട് ഇന്നലെ കടയിലേക്ക് വന്നു. കടയിൽ വന്നപ്പോ എന്നോട് പറഞ്ഞു, ടീച്ചറെ എന്റെ കഴുത്തിൽ ഒരു മുഴ ഉണ്ട്, സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വന്നു. ഞാൻ പറഞ്ഞു, സ്കാനൊന്നും ചെയ്യാൻ നമ്മുടെ ഏറ്റവും വലിയ ഡോക്ടർ നമ്മുടെ കൂടെ അല്ലേ, നമ്മുടെ യേശുപ്പനൊക്കെ വലിയ ഡോക്ടറൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേറൊരു കുട്ടിക്ക് വെട്ടി കൊടുക്കാണ്ടായിരുന്നു തയ്ക്കാൻ വേണ്ടിട്ട്. ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കൈ വെച്ച് പ്രാർത്ഥിച്ചു. അവര് മുഴ പോയി, കത്തവിടുത്ത് മാറ്റി. ഇത് വലിയൊരു സാക്ഷ്യമാണ്. മറ്റുള്ള കുട്ടികളൊക്കെ കണ്ടു. അപ്പൊ സ്കാൻ ചെയ്യാൻ പറഞ്ഞതാ. അവരൊന്നും സ്കാനിങ്ങിന് പോയില്ല. യേശുപ്പനെ നന്ദി പറഞ്ഞു. അവര് പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, അവിടെ സാക്ഷ്യം പറയാന്ന് പറഞ്ഞു. യേശുപ്പനോട് നന്ദി പറഞ്ഞു.
വലിയ ആമേൻ കുടുംബശ്രീ ആമേൻ. ബ്രേസ് പറഞ്ഞ വലിയൊരു സാക്ഷ്യമാണ് ബ്രേമോനിസ് പറഞ്ഞത്. പഴമതിയൊക്കെ വാങ്ങി തന്നിട്ട് പോയ കുട്ടി ആമേൻ ആമേൻ. ബ്രേസ് പറഞ്ഞു വലിയൊരു സാക്ഷിയായിരുന്നു. ഇത് വലിയൊരു സാക്ഷ്യം തന്നെയാണ് ബ്രേസ്റ്റ് പറഞ്ഞത്. ആ കടയിലേക്ക് വന്ന് ഇതാണ് നിങ്ങൾ വചനം കേട്ടുള്ള ഗുണം. ഞാൻ പറഞ്ഞില്ലേ, സഹോദരി എന്ത് ചെയ്തു, ആ കടയിൽ പഠിക്കാൻ വരുന്നതാണ്. ആ സഹോദരി എന്ത് ചെയ്തു, കഴുത്തിലൊരു മുഴയുണ്ടായിരുന്നു, അത് സ്കാൻ ചെയ്യാൻ വേണ്ടി ഡോക്ടറെ കാണാൻ വേണ്ടിയൊക്കെ പോകാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. രജിസ്റ്റർ എന്ത് ചെയ്തു, കേട്ട വചനത്തെ വിശ്വസിച്ച് പറഞ്ഞു ഏറ്റവും വലിയ വൈദ്യൻ യേശുവാണ്. കൈ അങ്ങോട്ട് വെച്ച് പ്രാർത്ഥിച്ചു. അവിടെ ഇരിക്കുന്ന എല്ലാവരും കണ്ടു എന്നാണ് പറഞ്ഞത്. ആ മുഴ അവിടുന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്രതീക്ഷിതമായി പോയി. യേശു ജീവിക്കുന്നു. ആമേൻ. എന്താ പറയുക, നിങ്ങൾ യേശുവിൻ്റെ നാമത്തെ ഒന്ന് ഉപയോഗിക്കുക. നിങ്ങളുടെ മുമ്പിൽ വരുന്ന രോഗികളും പ്രശ്നക്കാരുടെ മേൽ വലിയ ബലം പിടിക്കണം. നിങ്ങളിപ്പോൾ സിസ്റ്റർ പറഞ്ഞ തന്നെ കൈവച്ചങ്ങോട്ട് പറ, കർത്താവിൻ്റെ അത്ഭുതം നിങ്ങളിലൂടെ തമ്പുരാൻ തുറക്കുക തന്നെ. കാര്യം നിങ്ങളുടെ അകത്ത് യേശു ഉണ്ട്. കർത്താവിൻ്റെ വചനം വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഉറപ്പും വിശ്വാസവും ഉണ്ട്. പിന്നെ എന്നാ പേടിക്കാനാ? ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. അനേകർക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കുക, അനേകർക്ക് സാക്ഷിയായി തീരുക. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ഒരാളല്ല എല്ലാവരും കൂടെ ഞാൻ പറയുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ, പറഞ്ഞു. എന്റെ കയ്യില് ചെറിയൊരു അലർജി പോലെ വന്നു. എന്നിട്ട് ഒരുപാട് ഇങ്ങനെ അത് ഓരോ ദിവസം തോറും ഇങ്ങനെ കൂടി വന്നു. അപ്പോ സ്കിൻ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോ മരുന്നൊക്കെ ഇട്ടു. എന്നിട്ടും കുറവൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഹലോ, ഞാൻ കേൾക്കുന്നുണ്ട് സിസ്റ്റർ, കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് കുറവൊന്നും ഉണ്ടായില്ല. പിന്നെ വേറെ ഒരു ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. അത് എന്നിട്ടും കുറവൊന്നും ഉണ്ടായില്ല. പിന്നെ എന്റെ അമ്മയാണ് സാധാരണ പ്രെയർ കേൾക്കാറ്. അപ്പൊ ഞാനിങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് ബ്രദർ ഇതുപോലെ പറഞ്ഞു, ഒന്ന് അസുഖമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഞാൻ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. അന്ന് തൊട്ട് അത് കുറയാൻ തുടങ്ങി. അത് കറുത്ത് നല്ല രീതിയിൽ വലുതായിട്ടിരുന്ന ഓരോ ദിവസം തോറും കുറഞ്ഞ് ഇപ്പൊ ഒരു ചെറിയ ഒരു പൊട്ട് പോലെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം അങ്ങ് മാറിപ്പോയി. അപ്പൊ അതെന്റെ ഒരു വലിയ സാക്ഷ്യമാണ്. കാരണം അത്രയും ഡോക്ടർ പോയിട്ട് മാറാത്തത് അത് പ്രാർത്ഥനയിൽ അതങ്ങ് മാറി. അതുകൊണ്ട് ദൈവത്തിന് സ്തുതി. നന്ദി യേശുവേ. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സ്കിൻ അലർജി ഉണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെന്റ് എടുത്തു. ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥന കൈക്കൊണ്ട് വചനം ഏറ്റെടുത്തു. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ അത് പൂർണ്ണമായിട്ടും ശരീരത്തിൽ നിന്ന് വിട്ടുമാറാൻ ഇടയായി തീർന്നു. കർത്താവ് അത്ഭുത മന്ത്രിയാണ്. കർത്താവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയ സിസ്റ്ററെ കർത്താവ് തൊട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ധൈര്യമായിട്ടിരിക്കുക. ഇനിയും കർത്താവ് സാക്ഷ്യങ്ങളാൽ നിറയ്ക്കും. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ശരി ബ്രദറെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവര്? ഹലോ ബ്രദറെ, പറഞ്ഞു. ഹലോ. ബ്രദറെ, എന്റെ കണ്ണിനാണെങ്കിൽ ഇതുപോലെ 2 മാസമായിട്ട് വെയിൻ ഇങ്ങനെ നീര് വന്ന് കണ്ണിന് എനിക്ക് കാഴ്ചക്കുറവ് തന്നെ. കണ്ണൊന്നും കണ്ണ് തുറക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഇങ്ങനെ എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി ആൻജിയോഗ്രാം ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ആൻജിയോഗ്രാം ഒന്നും ചെയ്തില്ല, CT ചെയ്തു. പിന്നെ നരമ്പിന് ഇങ്ങനെ സെല്ലിങ് ആന്ന് പറഞ്ഞ് കാഴ്ച ഇപ്പൊ ഇച്ചിരി കുറവുണ്ട്. എന്നാലും വേദന എല്ലാം കുറഞ്ഞു. പൂർണ്ണമായിട്ട് കാഴ്ച ചെറിയ അക്ഷരം ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. എങ്കിലും പ്രാർത്ഥിക്കുക, പൂർണ്ണ കാഴ്ച ദൈവം തരും. പിന്നെ ഈ 3-4 ദിവസമായിട്ട് എനിക്ക് ചെവിക്ക് വേദനയായിരുന്നു. ഈ നരമ്പിന്റെ പ്രശ്നം കൊണ്ട് തന്നെ. എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞ് ഞാൻ പോയില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്ന് എനിക്ക് പൂർണ്ണ വിടുതലുണ്ട് ചെവിക്ക്. ആമേൻ. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കണ്ണിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു. കർത്താവ് വേദന മാറ്റി. ഇന്ന് കാഴ്ച പൂർണ്ണമായിട്ട് സംഭവിക്കും. ഇന്ന് ചെവിക്ക് ഭയങ്കര വേദനയായിരുന്നു, അത് പൂർണ്ണമായിട്ടും കർത്താവ് സൗഖ്യമാക്കി. അത്ഭുത മന്ത്രിയാണ് യേശു. കൈ വെച്ച് പറഞ്ഞോണം, എൻ്റെ കാഴ്ച വർദ്ധിച്ചതിന് നന്ദി എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അത്ഭുത സൗഖ്യത്തെ കർത്താവ് ചെയ്തതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. പിന്നെ ബ്രദറെ എന്റെ അനിയത്തിയാണെങ്കിൽ നടുവേദനയായിട്ട് ഡൽഹി പാരപ്പെടുക. അവളോട് ഇങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും പറഞ്ഞാൽ പ്രാർത്ഥിക്കില്ല. നമ്മൾ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവൾക്ക് ഇന്നിപ്പം ബെഡിൽ നിന്ന് എഴുന്നേക്കത്തില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക സൗഖ്യം കിട്ടാനായിട്ട്. അത് ഈ സിസ്റ്റർ ഈ ദിവസങ്ങളിൽ വിളിച്ചു പറഞ്ഞോണം, എൻ്റെ സഹോദരി എണീറ്റ് നടക്കും, തുള്ളിച്ചാടും, ദൈവത്തെ ആരാധിക്കും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നോണം. അതുപോലെ തന്നെ കാണും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാനുള്ളവര്? എനിക്കുണ്ടോ ബ്രദറെ പറയാനായിട്ട്? കഴിഞ്ഞ ആഴ്ചയിൽ ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവർക്ക് ഹാർട്ട് പേഷ്യന്റ് ആണ്.
അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ യേശുവിന്റെ തിരുരക്തത്താൽ എനിക്ക് സൗഖ്യം ലഭിച്ചു എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് ഹിന്ദു ആണ് ഐഷ എന്നാ പറഞ്ഞത്. ബ്രദർ പറഞ്ഞത് ഇവരുടെ പേരും ഐഷ എന്നാണ്. അവർക്ക് വൈകുന്നേരം വിളിച്ചിട്ട് പറയുക അവർക്ക് ഒത്തിരി ആശ്വാസം ഉണ്ടെന്ന്, ഒത്തിരി വ്യത്യാസമുണ്ട്, എനിക്കിപ്പം പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്നുണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം പാസ്റ്റർ. അവർക്ക് ഹാർട്ട് പേഷ്യന്റാ. ഓ സിസ്റ്റർ പറഞ്ഞു. ഇപ്പൊ ഐഷ എന്നുള്ള പേരാണ് പ്രവചനത്തിൽ വെളിപ്പെട്ടത് അല്ലേ? അതെ അതെ. ആമേൻ. കർത്താവ് എന്ന് പ്രിയസ്റ്റ് പറഞ്ഞത് തന്നെ ഐഷ എന്നുള്ള പേര് വെളിപ്പെട്ടു. സഹോദരി ഏറ്റെടുത്തു, കൂട്ടുകാരിയെ വിളിച്ചു പറഞ്ഞു. ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു, വീടിന്റെ അകത്ത് പുറത്തിറങ്ങാനൊന്നും കഴിയാത്ത അവസരമായിരുന്നു. എന്നാൽ അവരെ വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥിച്ചു. അതിനുശേഷം അവർ പറഞ്ഞു വീട്ടിൽ പുറത്തിറങ്ങി വലിയ ആശ്വാസം അവർക്ക് അനുഭവിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ അവരോട് പറയണം കർത്താവ് പൂർണ്ണ വിടുതൽ തരും. കാര്യം ഇത് അയച്ചു കൊടുക്കണം, ദൈവം ഇടപെട്ടതാണ് ഈ പേര്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്നോട് പറഞ്ഞു കേട്ടോ. പൂർണ്ണ സൗഖ്യം കർത്താവ് ഞാൻ പറഞ്ഞു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ധൈര്യമായിട്ടിരിക്കും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്ക് പെട്ടെന്നൊരു ഫിക്സിന്റെ അസുഖം വന്നു. അത് ആശുപത്രിയിൽ ചെന്നപ്പോൾ അവര് അതിനെ വെന്റിലേറ്ററിൽ കയറ്റി. അത്രമാത്രം കൂടിപ്പോയായിരുന്നു, സംസാരിക്കൊന്നുമില്ലായിരുന്നു. അപ്പൊ ആ കൂടെയുള്ള ഒരു സിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ ഒരാള് പ്രാർത്ഥിക്കും, നമുക്കൊന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ വിളിച്ചു. ഞങ്ങളോട് പറഞ്ഞു കൊച്ചു സംസാരിക്കുന്നില്ല, അത് മരിച്ച പോലെ കിടക്കുക, ശ്വാസം ഒന്നും വിടാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാനും അച്ചായനും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു അത് മരിക്കില്ല എന്നാണ് ഹൃദയത്തിലോട്ട് നമുക്ക് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ മരിക്കുന്നതായിട്ട് കാണുന്നില്ല, ദൈവം ഉയർത്തും. ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു, ശക്തമായിട്ട് ദൈവം ഉയർത്തുന്നതാ കാണിക്കുന്നത്, കണ്ടു, ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞു. പിന്നെ 2 ദിവസം ആ കൊച്ചു ഇങ്ങനെ സംസാരിച്ചില്ല. 3-ാമത്തെ ദിവസം ഈ കഴിഞ്ഞ ഞായറാഴ്ച ആ കൊച്ചു സംസാരിച്ചില്ല. ഒരു ഇടിയപ്പം കഴിച്ചു എന്ന് പറഞ്ഞു. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി അവര് റൂമിലോട്ട് മാറ്റി. ഇന്ന് അതിന്റെ ഫോട്ടോയൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ബ്രദറെ. വളരെ വലിയൊരു അത്ഭുതമാണ്. അവർക്കും ഭയങ്കര, അവരെപ്പോഴും ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് വിശ്വാസത്തിലുള്ളവരും കൂടെയുണ്ട്, വിശ്വാസത്തിലില്ലാത്തവരാണ് ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ പോയത്. അപ്പൊ അവർക്കതൊരു വലിയ വിശ്വാസമായി. ഇന്ന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ആ കൊച്ചിന്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് എഴുന്നേറ്റ് ഇരിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് പോയി കാണാൻ പറ്റിയിട്ടില്ല. അത് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു. ഫോണിൽ കൂടെയാണ് പ്രാർത്ഥിച്ചത്, അച്ചായനാണ് പ്രാർത്ഥിച്ചത്. നല്ല വിടുതൽ കർത്താവ് കൊടുത്തതിന് നന്ദി. അത് ഞങ്ങൾക്ക് ഇങ്ങനെ ധൈര്യം തന്നത് കർത്താവിന്റെ ദാസനാണ്. കുടുംബത്തിനെ ഓർത്തും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ അവർ പ്രാർത്ഥിച്ചു. അത് പറഞ്ഞു കേട്ടതുപോലെ അനക്കമില്ലാതെ കിടക്കുമായിരുന്നു കൊച്ച്. പക്ഷെ പ്രാർത്ഥനയിൽ കർത്താവ് സംസാരിച്ചു, അത് മരിക്കത്തില്ല, കർത്താവ് സൗഖ്യമാക്കുന്നു. ആ വിശ്വാസത്തോടെ പ്രിയ മക്കൾ പറഞ്ഞു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് ആ കുടുംബത്തിൽ മകൻ എണീറ്റ് വന്ന് ആഹാരം കഴിച്ചു എന്ന് കേൾക്കാൻ ഇടയായി തീർന്നു. നിങ്ങളുടെ അകത്ത് ശക്തി വ്യാപരിക്കുന്നുണ്ട്, യേശു ഉള്ളത് കൊണ്ട്, കർത്താവിൻ്റെ വചനം ഉള്ളതുകൊണ്ട്. നിങ്ങൾ എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങൾ അനേകർക്കൊരു അത്ഭുതമായി തീരും. ഏത് രോഗിയെ കണ്ടാലും ചാടിക്കേറി പിടിച്ച് പ്രാർത്ഥിച്ചോണം. ആ വ്യക്തിയെ സൗഖ്യമാക്കാനുള്ള അഭിഷേകം നിങ്ങളുടെ അകത്തുണ്ട്, ദൈവം നിങ്ങളുടെ അകത്തുണ്ട്, വചനം നിങ്ങളുടെ അകത്തുണ്ട്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലം നമ്മുടെ സാക്ഷ്യങ്ങളെ ഇന്ന് നിർത്തുവാണ്. തുടർമാനമായിട്ട് ഒരു സാക്ഷ്യം പോലും മിസ്സാകരുതേ. നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുന്നത് വ്യക്തിപരമായി എനിക്ക് വളരെ ബലവും ധൈര്യവും വിശ്വാസത്തിൽ ഒരു ഉറപ്പിലേക്ക് വരാൻ ഇടയായിത്തീരുന്നു. എനിക്ക് മാത്രമല്ല, അനേകർക്കൊരു അനുഗ്രഹമാണ്. നിങ്ങൾ അനേകർക്കൊരു അനുഗ്രഹമാണ്. തുടർമാനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. വൻ കൃപകളാൽ ദൈവം നിറയ്ക്കും. നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം, നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം. തുടർമാനമായിട്ട് കർത്താവിൻ്റെ വചനം നമ്മൾ കേട്ടുവരുന്നല്ലോ. നമ്മുടെ പബ്ലിക് മീറ്റിംഗ്, ഇപ്പം നമ്മൾ വെർച്വൽ മീറ്റിംഗ് ആണ്. ഇതിൻ്റെ റിയൽ മീറ്റിങ്ങിലേക്ക് നമ്മൾ വരും. അതിനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ അപ്പോസ്തലനായ പൗലോസ്ലീഗ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ എനിക്ക് വിട്ടുതരേണ്ടതിന് ദൈവമാണ് വിട്ടുതരുന്നത്. എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ വേണ്ടി. പക്ഷെ പൗലോസ്ലീഗ പറഞ്ഞതുപോലെ ലഭിക്കേണ്ടതിന് ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, കർത്താവ് എനിക്ക് വേണമെങ്കിൽ നാളെ വരാം, പക്ഷെ നമ്മുടെ ആഗ്രഹമല്ല, ദൈവത്തിൻ്റെ ഹിതമാണ്. നിങ്ങൾ പട്ടണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ആഗ്രഹം എല്ലാ പട്ടണത്തിലും കേരളത്തിൽ നമുക്ക് പ്രാർത്ഥനകൾ ക്രമീകരിക്കണമെന്നാണ്. ദൈവം അതിനുവേണ്ടി ഒരുക്കട്ടെ. ആരോഗ്യവും ബലവും ധൈര്യവും ശക്തിയും എല്ലാം ദൈവം തരും. നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ നന്ദിയോടെ പറയാം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരുങ്ങണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ വലിയ കാര്യങ്ങളെ നമുക്കിനി പ്ലാൻ ചെയ്യേണ്ടതുണ്ട്, വലിയ പ്രവർത്തികളാൽ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ ദിവസങ്ങളിൽ രാജ്യങ്ങൾ ഒരുങ്ങുക. 2025 യാത്രകളുടെ വർഷമാണ്. കർത്താവ് അനേക തലമുറകളെ തൊടുന്ന വർഷമാണ്.
നമുക്ക് പിന്നെയും വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം, പിന്നെയും പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്ന് മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ.